രാത്രിയിൽ ചിന്തിക്കുന്നത് പ്രാർത്ഥിക്കേണ്ടത് എന്താണ്, അതാണ്. അപ്പം നമുക്ക് കഴിഞ്ഞ പകൽ വായിച്ചതിൻ്റെ ബാക്കിയാണ് വായിക്കേണ്ടത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം മുതൽ നമ്മൾ ധ്യാനിച്ചു വന്നു. 8 വരെ വായിച്ചു നിർത്തി. ഇനി 9 മുതൽ ഒന്ന് വായിക്കാം. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരയണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തരണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. കർത്തൃപ്രാർത്ഥനയെക്കുറിച്ച് ഞാനിനി പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ നമ്മളൊന്ന് ധ്യാനിക്കുന്ന നല്ലതാണ്. കാരണം എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഒരു പ്രകമ്പനം കൊള്ളിക്കുന്ന പ്രസംഗമൊന്നുമല്ല. കർത്തൃപ്രാർത്ഥനയോട് നമുക്ക് എവിടെയോ ഒരു മാനസിക അകൽച്ചയുണ്ട് പെന്തിക്കോസ്തുകാർക്ക്, ഇല്ലേ? ആരെങ്കിലും ഞാൻ ഈ എക്യൂമെനിക്കൽ മീറ്റിങ്ങിനൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ യോഗം കഴിയുമ്പം അവർ ഒടുവിൽ ഈ പ്രാർത്ഥന നടത്തും: സ്വർഗസ്ഥനായ ഞങ്ങളുടെ. അപ്പം അന്നേരം പെന്തിക്കോസ്തുകാരുടെ മുഖം ഒന്ന് കാണേണ്ടതാണ്. ഈ പ്രാർത്ഥന അങ്ങ് തുടങ്ങുമ്പോൾ അവർ ഒരു വല്ലാത്ത പ്ലാസ്റ്റിക് ഉരുകുന്നത് പോലെയാണ് അവരിങ്ങനെ ഉരുകി നിന്നാണ് അതിനകത്ത് സംബന്ധിക്കുന്നത്. പ്രാർത്ഥിക്കത്തൊന്നുമില്ല, എന്നാലും പറയും ഒരു അകൽച്ച നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെന്താ കർത്താവിൻ്റെ പ്രാർത്ഥന ചൊല്ലാത്തത് എന്ന് മറ്റുള്ളവർ നമ്മളോട് ചോദിക്കാറുമുണ്ട്. അതിൻ്റെ ഉത്തരം, നിങ്ങൾ ഈ വണ്ണം, ഏത് വണ്ണം? നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കാനാണോ? അല്ല, ഇതുപോലെ എന്നാണ്. ഒന്നിനോടൊന്ന് സാദൃശ്യം ചെന്നാൽ ഉപമയാം അത്. പണ്ട് കാലത്തൊരു ഉപമ ഞാൻ കേട്ടിട്ടുണ്ട് പഴയ ഉപദേശിമാരുടെ കയ്യിൽ നിന്ന്. പറമ്പിൽ പണിക്ക് പോകുന്ന അപ്പൻ അമ്മ മോനോട് പറഞ്ഞു: എടാ, അപ്പൻ സ്വന്തം പറമ്പിൽ കപ്പ മരച്ചീനിക്ക് കൂന കൂട്ടുന്നു, നീയൊന്ന് പോയി സഹായിക്ക്. അവൻ ചെന്നു. അപ്പൻ പറഞ്ഞു: എന്തിനാ വന്നത്? അമ്മ പറഞ്ഞു: ഒന്ന് സഹായിക്കാൻ. ഒരു കൂന കൂട്ടി കാണിച്ചു കൊടുത്ത് തൂമ്പ മകൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു: ഇതുപോലെ കൂട്ടിക്കൊള്ളാം. അപ്പൻ വേറെ പറമ്പിൽ പണിക്ക് പോയി. 5 മണിക്ക് അവിടുത്തെ പണി കഴിഞ്ഞു. ഇവിടെ വന്നു. അടുക്കളയിൽ ചായ കുടിക്കാൻ ചെന്നു. മോൻ എന്തി? അയ്യോ, അവൻ പറമ്പിൽ നിന്ന് കയറിയിട്ടില്ല, ഭയങ്കര പണിയാണ്. എന്നാൽ ഒരു ചായ എടുക്കുക, ഞാൻ പോയി അവൻ്റെ പണി കണ്ടേച്ച് വരാമെന്ന് പറഞ്ഞ് പണി കാണാൻ വേണ്ടി അടുക്കള വശത്ത് നിന്ന് പറമ്പിലേക്ക് ഇറങ്ങുന്ന കല്ലേൽ ചവിട്ടിയതാണ്. കല്ലവിടെ ഇല്ല, കമന്നടിച്ച് വീണു. പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് പറമ്പും അവിടെ ഇല്ല, കല്ലുമില്ല, പറമ്പുമില്ല. പകരം ഒരു മലയാറ്റൊരു മല കണക്കി ഒരു മലയുണ്ട്. അപ്പോൾ എരിഹോവിന് ചുറ്റുന്ന പോലെ ഇയാൾ ചുറ്റിച്ചെന്നപ്പം മോൻ അവിടെ നിൽപ്പുണ്ട്. തോളത്തൊരു തൂമ്പയും വെച്ച് ഇങ്ങനെ മേലോട്ട് നോക്കി നിൽക്കുന്നുണ്ട്. എന്തുവാടാ നോക്കുന്നതെന്ന് ചോദിച്ചു. അല്ല പപ്പ, ഇതിൻ്റെ പുറത്ത് ഇനി എങ്ങനെ മണ്ണിടും? അതാണ് ചോദിച്ചു. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അപ്പൻ കൂട്ടിത്തന്ന ഈ കൂനയുടെ പുറത്തോട്ടാണ് ഈ മരമണ്ടൻ രാവിലെ മുതൽ മണ്ണിട്ടുകൊണ്ടിരുന്നത്. ഇതിൻ്റെ പുറത്തോട്ട് മണ്ണിടാനല്ല പറഞ്ഞത്, ഇതുപോലെ വേറെ ഒരെണ്ണം ഉണ്ടാക്കണം. എൻ്റെ പൊന്നുമോനിങ്ങനെ 5-6 കൂന കൂട്ടുമ്പം വൈകുന്നേരം ആകുമ്പോഴേക്കും പണി പഠിക്കും. ഇതാണ് അപ്പൻ ഉദ്ദേശിച്ചത്. ഇത് ചൊല്ലുന്നവരും നമ്മളും തമ്മിലുള്ള ഒരു കാതലായ വ്യത്യാസം ഇതാണ്.
അവരിതിൻ്റെ പുറത്തോട്ട് മണ്ണിട്ടുകൊണ്ടിരിക്കുക, കാലങ്ങളായിട്ട് പുറത്തോട്ട് മണ്ണിട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്താ കുഴപ്പം? ശരിയായ പ്രാർത്ഥന പഠിക്കാൻ പോലും പലർക്കും പറ്റുന്നില്ല. ഇത് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല, ഇതുപോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പത്രോസ് പിന്നെ അങ്ങനെ അല്ലല്ലോ പ്രാർത്ഥിച്ചത്. പിന്നെ എന്താ പത്രോസ് പറഞ്ഞത്? ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ഞങ്ങളുടെ നാഥനെ. സ്ട്രക്ചർ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ ആ പദങ്ങളല്ലല്ലോ. അതുകൊണ്ട് ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ പ്രാർത്ഥനകൾ ചൊല്ലിയിട്ടുള്ളവർ ഒന്ന് കൈപൊക്കിക്കേ. ഞാൻ ചൊല്ലിയിട്ടുണ്ട് കേട്ടോ, യാക്കോബായ പള്ളിയിലൊക്കെ ഇഷ്ടം പോലെ ചൊല്ലിയിട്ടുണ്ട്. ഇത് ചൊല്ലിയിട്ട് വലിയ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇതിനകത്ത് എത്ര പ്രാർത്ഥനയുണ്ടെന്ന് അറിയാവോ? അത് അറിയാവുന്നൊരു കൈ പൊക്കിക്ക്. ഈ കൈയൊന്നും പൊക്കിക്കരുത്, വെറുതെ വളരെ ഡീസൻ്റായിട്ടൊക്കെ വന്നിരിക്കുക നമ്മളോട്. എന്നാലും ചുമ്മാ ഇതിനകത്ത് എത്ര പ്രാർത്ഥനയുണ്ടെന്ന് അറിയാമോ? ആർക്കറിയാം? അപ്പം ചൊല്ലിയിട്ട് വലിയ കാര്യമില്ല എന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. ഞാനൊന്ന് തുടങ്ങിത്തരാം. ഒന്ന് ചൊല്ലി നോക്കിക്കേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം പറയുന്നു. നിങ്ങളുടെ നാമം, നിൻ്റെ രാജ്യം, നിൻ്റെ ഇഷ്ടം, ബാക്കി ഇപ്പം രാജു പോവാക്കാലെ പാസ് ഇതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പലതും വിട്ടെന്ന് പറഞ്ഞാലും ഒരക്കൈക്കുള്ളത് ഇപ്പോഴും കൈ കിടപ്പുണ്ടെന്ന്. പൊടി തട്ടി എടുത്തുകൊണ്ടിരിക്കുക. ചാരം മൂടിയ തീക്കനൽ. അതൊക്കെ വേണമെങ്കിൽ ഒന്ന് ചൊല്ലാനുള്ളതൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്ന് ഇപ്പം മനസ്സിലായല്ലോ. ഇതിലെത്ര പ്രാർത്ഥനയുണ്ട്? 6. ചിലർ 7 എന്ന് പറയാറുണ്ട്. 7 ഇല്ല, 6 ഉള്ളൂ. 1, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. 2, എന്തിനാ ബൈബിളിലേക്ക് നോക്കുന്നത്? എൻ്റെ മുഖത്തോട്ട് നോക്ക്. 2, നിൻ്റെ രാജ്യം. ഒന്നും മിണ്ടുന്നേ. 3, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. 4, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണം. 5, 6, ഇടയ്ക്ക് ഒരെണ്ണം വിട്ടുപോയോ? ഏതാ വിട്ടുപോയത്? അതാ ചിന്തിക്കാൻ പോകുന്നത്. അതാ വിട്ടത്. ഞങ്ങൾക്കുള്ള ആഹാരം ഇന്ന്. അതാണ് പഠിക്കാൻ പോകുന്നത്. മൊത്തം 6 വിഷയം. ആദ്യത്തെ ചോദ്യം, നമുക്കെത്ര വിഷയമുണ്ട്? 6 ആണോ? അല്ല. 60 ആണോ? അല്ല. 600 ആകുമോ? ആകും. കഴിഞ്ഞ ഡിസംബർ മാസം 31-ാം തീയതി പാതിരാത്രിക്ക് നമുക്കൊരു പ്രാർത്ഥനയുണ്ടല്ലോ, ഇല്ലേ? ഭക്ഷണമൊക്കെ കഴിച്ച് ഒരിക്കലും ദഹിക്കാത്ത എല്ലാ ഭക്ഷണവും കൂടെ ഒരുമിച്ച് കഴിച്ച് 1-ാം തീയതി പണിക്കും പോകാതെ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. വാച്ച് നൈറ്റ് സർവീസ് അണ്ടർ ദി യോഗം എന്നൊക്കെ പറയും. അന്നേരമാണ് മിക്കവാറും ആളുകൾ തീരുമാനമൊക്കെ എടുക്കുന്നത്. ഭയങ്കര തീരുമാനമാണ്. ചില ഒരു കാലൊക്കെ മുന്നോട്ട് വെച്ച് പണ്ടൊരു അച്ചായൻ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം എടുത്ത ഒരു തീരുമാനവും എനിക്ക് പ്രാബല്യത്തിൽ വരുത്താൻ കഴിയാത്തത് കൊണ്ട് ഞാനതെല്ലാം പുതുക്കി വെക്കുന്നു. ഈ സ്വർണ്ണമൊക്കെ പണയം വെച്ചിട്ട് പലിശ കൊടുത്ത് പുതുക്കുമല്ലോ, പുതുക്കി വെക്കുന്നു. അപ്പോൾ ഒരു കൊല്ലം അദ്ദേഹം എഴുന്നേറ്റപ്പം പിള്ളേർ പറഞ്ഞു, ഇതേ പുതുക്കാൻ വേണ്ടി എഴുന്നേൽക്കുക. അപ്പം അങ്ങനെ പറഞ്ഞു, നിങ്ങൾ ചിരിച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി, ഇന്ന് ഞാൻ പുതുക്കുന്നില്ല. ഏത് കൊല്ലം തീരുമാനമെടുത്താലും പ്രാബല്യത്തിൽ വരുത്താൻ പറ്റാത്തത് കൊണ്ട് ഞാനൊരു പുതിയ തീരുമാനമെടുക്കുന്നു. ഒരു തീരുമാനവും എടുക്കുന്നില്ല എന്നൊരു തീരുമാനം ഞാനിപ്പോൾ എടുക്കുന്നു. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പം നമുക്ക് ഈ കഴിഞ്ഞ ഡിസംബർ 31 കഴിഞ്ഞ് ഈ 31 വന്നപ്പോഴേക്കും വിഷയം കൂടിയോ കുറഞ്ഞോ? കൂടാനാ സാധ്യത. നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പം വിഷയം കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ?
കൂട്ടാനാ സാധ്യത അല്ലേ? നമ്മൾ ബാങ്കിൽ ചെന്ന് കൊച്ചൻ്റെ BSc നേഴ്സിന് വേണ്ടി ലോൺ അപേക്ഷിച്ചു. ആപ്ലിക്കേഷൻ ഫോമിൽ 22 കാര്യങ്ങൾ ടിക്ക് ചെയ്യണം. ലോൺ കിട്ടണമെങ്കിലേ ആധാരത്തിൻ്റെ കോപ്പി, മുന്നാധാരം, കരം തീർത്ത രസീത്, ആൾ ജാമ്യം കൊടുത്തു. ഓരോന്നും പൂരിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് പ്രാഗിയാണ് പൂരിപ്പിക്കുന്നത്. വേണ്ടത് 10 ലക്ഷം. 10 കോടി രൂപയുടെ വസ്തു കൊടുത്താലും അവർക്ക് തൃപ്തിയാവില്ല. അവർ നമ്മളെ ഇട്ട് പൂട്ടിയേ തരത്തുള്ളൂ. ഇത് സ്വാഭാവികം. അതല്ലാതെ നമ്മൾ 22 കാര്യങ്ങൾ ടിക്ക് ചെയ്യണം. 23, 24, 25 എൻ്റെ വക 3 നിയമങ്ങൾ കൂടെ എഴുതി അതും കൂടെ പൂരിപ്പിച്ച് ആ ഫോം നിങ്ങൾ ബാങ്കിൽ കൊടുത്താൽ ഫയലിൽ സ്വീകരിക്കുമോ, വേസ്റ്റ് ബോക്സിലേക്ക് ഇടുമോ? വേസ്റ്റ് ബോക്സിലിടും. നിങ്ങൾ ചെയ്തത് നല്ല കാര്യമോ മോശപ്പെട്ട കാര്യമോ? നല്ല കാര്യം. പിന്നെന്താ വേസ്റ്റ് ബോക്സിലിടാൻ കാര്യം? ബാങ്കിൻ്റെ ലീഗൽ പ്രൊസീജിയറിൽ നിങ്ങൾക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ പ്രാർത്ഥന കേൾക്കുന്ന യേശു പറയുകയാണ്, 5-6 വിഷയമൊക്കെ പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ പറയും പറ്റൊന്നുമില്ല, അതൊന്നും പറ്റില്ല, ഒന്നും പറ്റില്ല. ഈ സഭയിൽ ഇപ്പോൾ 10-200 പേരിരിപ്പുണ്ട്. എത്ര വിഷയമുണ്ട്? 200 പേർക്ക് എത്ര വിഷയമുണ്ട്? എന്തെങ്കിലും ഒന്ന് പറയപ്പാ. 200 പേർക്ക് എത്ര വിഷയമുണ്ട്? 200. എൻ്റെ ദൈവമേ, ഈ സഭയിൽ ഒരു 3 കൊല്ലം ഇരുന്നിട്ട് ചത്താ മതിയായിരുന്നു. എന്താ കാര്യം? ഇവിടെ ഒരാൾക്ക് ഒരു പ്രശ്നമേ ഉള്ളൂ. ഞങ്ങളുടെയൊക്കെ സഭയിൽ ഒരാൾക്കുണ്ട് 200 പ്രശ്നം. ഈ രാജുപോവക്കാല പാസ്റ്റർ എന്തോ ഭാഗ്യം ചെയ്ത ആളാണ്. ഒരാൾക്കൊരു പ്രശ്നമേ ഉള്ളൂ. ദൈവം നിങ്ങളുടെ സഭയെ അനുഗ്രഹിക്കട്ടെ. യേശു പറയുകയാണ്, നിങ്ങൾ ഈ ഒരു 5-6 വിഷയം പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ പറയും പറ്റത്തില്ല, കണ്ടമാനം വിഷയമുണ്ട്. അപ്പം ഇതൊക്കെ നമ്മളൊന്ന് പഠിച്ചു നോക്കിക്ക്. നമുക്കതിനൊന്ന് തിരിക്കാം, ഒന്ന് തിരിക്കാം. ആദ്യത്തെ 3 വിഷയം മേലോട്ട് പോയി. ആർക്കുള്ളതാ? ദൈവവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നമ്മളിവിടെ വന്നിരിക്കുമ്പം നമ്മുടെ വിഷയം എന്തുവാ? നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് നടക്കേണ്ട അടിയന്തര പ്രാധാന്യമർഹിക്കുന്ന യുദ്ധകാലാടിസ്ഥാനത്തിൽ ദൈവം ഇടപെടേണ്ട മാരക വിഷയങ്ങളുമായിട്ടാണ് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ യേശു പറയുക, ഒന്നും പ്രാർത്ഥിക്കണ്ട, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നമ്മളൊക്കെയുമായിട്ട് വല്ല ബന്ധമുണ്ടോ അതിനകത്ത്? ഈ ദൈവം എന്ത് കൊതിയനാ! നമ്മളിങ്ങനെ വലിയ സങ്കടങ്ങളൊക്കെ ആയിട്ട് വരുമ്പം അതൊന്നും പ്രാർത്ഥിക്കേണ്ട, നിന്റെ ഒന്നാമത്തെ വിഷയം പ്രയോറിറ്റി നിന്റെ നാമം. അതെന്നെ അങ്ങനെ പറയാൻ കാര്യം എന്നറിയാമോ? വിശുദ്ധീകരണമില്ലാതെ ഒരു പ്രാർത്ഥനയും ദൈവം കേൾക്കില്ല. അതിൻ്റെ അടിസ്ഥാനം അതാണ്. കഴിഞ്ഞ പകൽ ഞാൻ പറഞ്ഞു, പാപികളുടെ പ്രാർത്ഥന. അപ്പം നമുക്ക് വിശുദ്ധീകരണം ആവശ്യമുണ്ടോ? എന്താ തർക്കം? ആവശ്യമുണ്ട്. ആവശ്യമില്ല എന്ന് തോന്നുന്നതിൻ്റെ കാര്യം എന്താ? നമ്മുടെ ഒരു തോന്നലാണത്. ഒത്തിരി ദൈവദാസന്മാർ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ എൻ്റേതാക്കി പറയാം. ഒരിക്കൽ 9 കൊല്ലം കഴിഞ്ഞ എൻ്റെ കാറ് സർവീസ് ചെയ്യാൻ വേണ്ടി ഞാൻ കൊണ്ടുചെന്നു. അപ്പോൾ അവിടുത്തെ പയ്യൻ ചോദിച്ചു, പുതിയ വണ്ടിയാണോ? ഞാൻ നന്നായിട്ട് വണ്ടി നോക്കും. ഞാൻ ചിരിച്ചോണ്ട് പറഞ്ഞു, 9 കൊല്ലമായി. അയ്യോ, കണ്ടാൽ പുതിയതുപോലെ ഇരിക്കുന്നു. എന്താ കാര്യം? ഞാൻ 2 രൂപയുടെ ഷാമ്പൂ ഇട്ട് അടിപൊളിയാക്കി
കഴുകേച്ചാണ് പോയത്. എന്നോട് പറഞ്ഞു, സാർ ഉച്ചയ്ക്ക് വിളിക്കണം, വൈകിട്ട് തരാം. ഞാൻ നേരത്തെ ചെന്നു. അപ്പോൾ എൻ്റെ വണ്ടി ഇങ്ങനെ ജാക്കി വെച്ച് പൊക്കി നിർത്തിയേക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഈ വണ്ടിയുടെ അടിവശം ഒന്ന് കണ്ടോട്ടെ. എന്നോട് ചോദിച്ചു, വണ്ടിയുടെ അടിവശം കണ്ടിട്ടില്ലേ? ഇല്ല. നമുക്കത് അല്ലല്ലോ പണി, എന്നാ കണ്ടോ. ഞാൻ ആ താഴോട്ട് ഇറങ്ങി നിന്ന് വണ്ടിയുടെ അടിവശം നോക്കിയപ്പം നാണം കിട്ടുപോയി. JCB കൊണ്ട് കുത്തിയെടുക്കാനുള്ള ചെളി എവിടെയുണ്ട്? അടിയിലുണ്ട്. മനസ്സിലായില്ലോ അല്ലേ? നാട്ടുകാരെ കാണിക്കാൻ 2 രൂപയുടെ ഷാമ്പു മതി. ഫുൾ കൈ ഷർട്ടൊക്കെ ഇട്ട് ലിലിയൊക്കെ പറഞ്ഞ് 2 രൂപയുടെ ഷാമ്പു മതി. പക്ഷേ 12 ദിവസമായി ദൈവസഭയെന്ന് പറയുന്ന വർക്ക്ഷോപ്പിൽ വചനമെന്ന ജാക്കി വെച്ച് നമ്മെ ഇങ്ങനെ പൊക്കി നിർത്തിയിരിക്കുക. ഇനിയും അവനവൻ്റെ ചെളിക്കട്ടകൾ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഉപവാസം കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ഇനിയും കിടപ്പുണ്ട് 8-9 ദിവസം കൂടെ. അതുകൊണ്ട് ആദ്യം പറയേണ്ടത് അപരൻ്റെ ന്യൂനതയിലേക്കല്ല, എൻ്റെ അകത്ത് കിടക്കുന്ന അശുദ്ധികളൊന്ന് കാണാൻ തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആര് എന്ന വചനമുണ്ട്. അതൊന്ന് കാണാനൊരു കണ്ണു തുറക്കണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പം നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. 2ാമത്തെ വിഷയം എന്താ? നിന്റെ രാജ്യം. ആകപ്പാട് 6 വിഷയമേ ഉള്ളൂ. അതിൽ 2ാമത്തെ വിഷയവും എങ്ങോട്ട് പോയി? മേലോട്ട് പോയി. 3ാമത്തെ എന്തുവാ? നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ. ഒരു കോവണി ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട്, ഒരു കണക്ഷൻ. എന്നാലും നമ്മുടെ വിഷയത്തെ തൊട്ടിട്ടില്ല. ആകപ്പാടെ തന്ന 6 വിഷയത്തിൽ 3 എങ്ങോട്ട് പോയി? ഇനി എത്ര എണ്ണം ഉണ്ട്? 3. സഹിക്കുമോ നമ്മൾ? ആകെയുള്ള 6 വിഷയത്തിൽ 3 ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പോയി. ബാക്കിയുള്ള 3 നമുക്ക് തന്നിട്ടുള്ളൂ. സഹിക്കാൻ പറ്റുമോ നമുക്ക്? സഹിക്കണം. എന്താ കാര്യമല്ലോ, മനസ്സിലായോ? ഈ ആശയങ്ങളുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. അടുത്ത പദം, അതോടുകൂടെ ഇതൊക്കെയും. ഒന്ന് പറഞ്ഞു നോക്കിക്കുക മനസ്സുകൊണ്ട്. അതോടുകൂടെ ഇതൊക്കെയും. നമ്മൾ നേരെ തിരിച്ച, ഇതോടുകൂടെ അതൊക്കെയും. പണ്ടൊക്കെ നമ്മൾ പാടും, ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എൻ്റെ നാഥൻ്റെ സന്നിധി ചേർന്നാൽ മതി. ഇപ്പോഴൊക്കെ അങ്ങനെ പാടുന്നവരുണ്ടോയെന്ന് എനിക്കറിയില്ല. അതോടുകൂടെ ഇതൊക്കെയും. നമ്മൾ ഇതോടുകൂടെ ഇവിടെ എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പൊല്ലാപ്പുകളും പ്രശ്നങ്ങളും എന്നാ ബഹളമാണെന്നറിയാമോ? ദൈവ വിഷയമായി സമ്പന്നരാകുക എന്നാണ് വചനം പറയുന്നത്. അപ്പൊ ഏത് വിഷയത്തിലാണ് സമ്പന്നനാകേണ്ടത്? ദൈവ വിഷയമായിട്ടാണ് സമ്പന്നനാകേണ്ടത്. ആത്മാവിൽ ദരിദ്രരായവരാണ് ഭാഗ്യവാന്മാർ. എന്ത് ദാരിദ്ര്യം അത്? പാടിയിട്ടും മതിവരാത്ത, പ്രാർത്ഥിച്ചിട്ടും മതിവരാത്ത, ഉപവസിച്ചിട്ടും മതിവരാത്ത, വചനം വായിച്ചിട്ടും മതിവരാത്ത, ആരാധിച്ചിട്ടും മതിവരാത്ത, വചനമെത്ര കേട്ടിട്ടും മതിവരാത്ത ആ ദാരിദ്ര്യം മരണം വരെ കാത്തു സൂക്ഷിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ എന്ന് വചനം പറയും. മുമ്പേ അവൻ രാജ്യവും നീതിയും അന്വേഷിക്കണം. പണ്ട് ഒരു ഉദാഹരണം കേട്ടിട്ടുണ്ട്, നിങ്ങൾ കേട്ട് കാണും, പലരും പല ദൈവദാസന്മാരും പ്രസംഗിച്ചിട്ടുള്ളത്. ഈ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടുമ്പം ഞങ്ങൾക്ക് ആണുങ്ങൾക്ക് ചിലപ്പോൾ ഒരു അബദ്ധം പറ്റും. ഞാനൊക്കെ ഇപ്പോൾ ജുബ്ബ ഇടുന്ന, അതുകൊണ്ട് വലിയ അബദ്ധമൊന്നുമില്ല. ആദ്യം ഇടുന്ന ബട്ടൺസ് ഏതാ? വയറിൻ്റെ ഭാഗത്ത്. എന്നാ കാര്യം? പണ്ട് അമ്മ കുളിക്കാൻ നേരത്തെ സോപ്പ് വന്നപ്പം ആദ്യം ഇവിടെ വെച്ചാൽ തേക്കുന്നത് ഇങ്ങനെ.
ആ ഒരു ശീലം ഉള്ളതുകൊണ്ട് ആദ്യത്തെ ബട്ടൺസ് എവിടെ നിന്ന് ഇടുന്നേ? വയറിൻ്റെ ഭാഗത്തുനിന്ന്. മേളോട്ടിട്ടിട്ട് വന്നപ്പോൾ ഒരു ബട്ടൺസ് ബാക്കി, ഹോള് കാണാനില്ല. അപ്പോൾ മൊത്തം അഴിച്ചു. താഴോട്ടിട്ട് വന്നപ്പോൾ ഒരു ഹോള് ബാക്കി, ബട്ടൺസ് കാണാനില്ല. ഇത് നമ്മുടെയൊക്കെ ഒരു ജീവിത സ്വഭാവമാണ്. ഈ നടുക്കേ എന്നൊക്കെ പിടിച്ചിടും. പിടിക്കേണ്ട, പറയേണ്ട, പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല ഈ പ്രാർത്ഥിക്കുന്നത്. ബി കെയർഫുൾ. ഒന്നാമത്തെ ബട്ടൺസ്, ഒന്നാമത്തെ ഹോളിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ടാൽ ബാക്കിയുള്ളത് കണ്ണുമടച്ചിടാം. ആദ്യം ആത്മീകരാകാൻ നോക്കണം. ആദ്യം ദൈവവിഷയമായി സമ്പന്നരാകണം. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ആ കാര്യത്തിൽ പെർഫെക്റ്റ് ആണെങ്കിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പെർഫെക്റ്റ് ആണെങ്കിൽ, നിന്റെ കാര്യത്തിൽ ദൈവം പെർഫെക്റ്റ് ആയിരിക്കും. സ്തോത്രം. അപ്പം ആ 3 കാര്യങ്ങൾ നമുക്ക് വിട്ടേ പറ്റത്തുള്ളൂ. കാരണം ഇത് ഒറ്റ ക്ലാസ് കൊണ്ട് തീർക്കണമല്ലോ. അപ്പം ആദ്യത്തെ 3 കാര്യങ്ങൾ ദൈവത്തിനുള്ളതാണ്. പണ്ടൊക്കെ ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പം 5 രൂപയ്ക്ക് ഒരു ഭൂപടം കയ്യിൽ തരും. അതെല്ലാം തെറ്റിച്ചാണ് കിടക്കുന്നേ. എന്നിട്ട് പറയും, സർ ഇത് നേരെയാക്കാമോ? നമുക്ക് ഇന്ത്യയുടെ ഭൂപടം പോലും നേരെയാക്കാൻ അറിയാമല്ല. അപ്പോൾ നമ്മളെങ്ങനെ നേരെയാക്കുന്നവന്? ചൈന, ലോകത്തിലെ 195 രാജ്യങ്ങൾ. അപ്പോൾ നമ്മൾ പറയും അത് ബുദ്ധിമുട്ടാ മോനെ. അപ്പോൾ അവൻ പറയും ഒരു ബുദ്ധിമുട്ടില്ല സാറേ. ആ ഭൂപടത്തിൻ്റെ മറുവശത്ത് ഒരു മനുഷ്യൻ്റെ പടമുണ്ട്, പണ്ട് ഉള്ളതാണ്. അതിൻ്റെ കയ്യും കാലമൊക്കെ ഇങ്ങനെ പല ഭാഗത്തായിരിക്കും. അത് നേരെ വയ്ക്കും. തിരിച്ചു നോക്കുമ്പോൾ ഭൂപടം ശരിയായി. അർത്ഥം, മനുഷ്യൻ നന്നായാൽ ലോകം നന്നാവും. നമ്മൾ നേരെയായാൽ സഭയും നേരെയാവും. അല്ലാതെ സഭയ്ക്ക് വേറെ കുറ്റമൊന്നുമില്ല. നമ്മൾ ശരിയായ സഭ ശരിയായി. ചില നേരം തിരിച്ച ആ സഭ ശരിയല്ല, ഈ സഭ ശരിയല്ല. അങ്ങനെ നമ്മൾ ശരിയാകാത്തതുകൊണ്ട് കുഴപ്പം. ചില ആളുകൾക്ക് നമ്മുടെ കുറ്റം മാത്രം അറിയത്തില്ലല്ലോ. അതാണ് ഈ തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ. ചെവി കേൾക്കത്തില്ലാത്ത ഒരാളുണ്ടായിരുന്നു. അയാൾ സമ്മതിക്കുകയല്ല. അയാൾ പറയുന്നത് നിനക്കാ ചെവി കേൾക്കില്ലാത്തെന്ന്. പുള്ളിക്കാരത്തി പറഞ്ഞു എനിക്കല്ല അച്ചായനാണ്. നീ ഓടി അവിടെ നിന്ന്. ഡോക്ടറെ ചെന്ന് കണ്ടിട്ടും പുള്ളി സമ്മതിക്കുകയില്ല. പുള്ളി പറഞ്ഞു നാളെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. പുള്ളി മുറ്റത്ത് നിന്നുകൊണ്ട് ചോദിച്ചു, ഭാര്യ പുട്ടിൻ്റെ പൊടി തിരുമുന്ന പുള്ളി കണ്ടായിരുന്നു. പുള്ളി ചോദിച്ചു ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണാവോ? ഭാര്യ മിണ്ടിയില്ല. ഏതാണ്ട് ഉറപ്പിച്ചു. ഡൈനിങ് ഹാളിൽ ചെന്നിട്ട് ചോദിച്ചു ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണാവോ? ഭാര്യ മിണ്ടിയില്ല. പുട്ടിനെ പൊടി തിരുമ്മിക്കൊണ്ടിരിക്കുന്ന ഭാര്യയുടെ തൊട്ട് പിറകിൽ ചെന്ന് കണ്ടോണ്ട് ചോദിച്ചു ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണാവോ? ഭാര്യ മിണ്ടിയില്ല. ഉറപ്പിച്ചു ഭാര്യയ്ക്കാണ് ചെവിയൊക്കില്ലാത്തത്. നേരെ മുമ്പിൽ വന്ന് താടി ഇങ്ങനെ പിടിച്ച് പൊക്കിയേച്ച് ചോദിച്ചു ഇന്ന് രാവിലെ മതി പറഞ്ഞതാ. ഞാൻ 3 പ്രാവശ്യമായി പറയുന്നു പുട്ടും കടലയാന്ന്. ആർക്കാ ചെവിയൊക്കില്ലാത്ത? ഇയാൾ 3 പ്രാവശ്യം ചോദിച്ചപ്പോഴും ഭാര്യ പറഞ്ഞു പുട്ടും കടലയാന്ന്. ഇയാൾ കേട്ടിട്ടില്ല. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാര്? നമ്മൾ ഈ ഭൗതികമായ കാര്യങ്ങളുടെ പിറകെ ഇങ്ങനെ നടന്നെങ്ങനെ അങ്ങ് വിഷണ്ണരാകാതെ, അതൊക്കെ ദൈവം തരുമെന്നേ, ആവശ്യമുള്ളതൊക്കെ ദൈവം തരുമെന്നേ. ഒന്നുകൂടെ ഞാൻ തീർത്ത് പറയുകയാണ്, ദൈവവിഷയമായി സമ്പന്നനാകുന്നവനെ ഈ ലോകത്തിലും സമ്പന്നനാക്കാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. ആ 3 കാര്യങ്ങൾ ഞാൻ സൗകര്യപൂർവ്വം മാറ്റിവെക്കുന്നു. അടുത്ത 3 വിഷയത്തിലേക്ക് വരുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഭൗതിക ആവശ്യം. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചവരെ കടകളെ ക്ഷമിക്കണമേ. സാമൂഹിക ആവശ്യം.
നാട്ടുകാരോട് എങ്ങനെ പെരുമാറണമെന്നാണ് ഈ പറയുന്നത്. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുത്, ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണം. അത് പള്ളിക്കാർ 2 പ്രാർത്ഥനയായിട്ടാണ് വെച്ചിരിക്കുന്നത്. 2 1 അത് ആത്മീക ആവശ്യം. മനസ്സിലാക്കണേ, കർത്തൃ പ്രാർത്ഥന എത്രയേ ഉള്ളൂ? 6 എണ്ണം. 2ആയിട്ട് തിരിച്ചു. 3 എണ്ണം ദൈവത്തിനുള്ളത്, 3 എണ്ണം നമുക്കുള്ളത്. നമുക്കുള്ളതിനെ 3ആയിട്ട് തിരിച്ചു. 1 ഭൗതിക ആവശ്യങ്ങൾ, 2 സാമൂഹിക ആവശ്യങ്ങൾ, 3 ആത്മീയ ആവശ്യങ്ങൾ. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവിടുന്ന ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ആത്മീയ കാര്യങ്ങൾക്കൊന്നുമല്ല. ആത്മീയ കാര്യം ഞായറാഴ്ച ഒരു ആരാധന, വെള്ളിയാഴ്ച ഒരു ഉപവാസ പ്രാർത്ഥന, എല്ലാവരും ഇല്ലല്ലോ, അത്രയൊക്കെയല്ലേ ഉള്ളൂ. മുഴുവൻ സമയവും നമ്മൾ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സമയം ചെലവഴിക്കും. അതുകൊണ്ട് എന്താണ് വിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി 11ാമത്തെ വാക്യം മാത്രം വായിച്ച് ഒരു വിചിന്തനത്തിലേക്ക് കടക്കാം. 6:11 ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരയണമേ. ആ വാക്യത്തെ 4ആയിട്ട് തിരിക്കാൻ പോവുക. വിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ടത് എന്ത്? ഉത്തരം. 1ാമത്തെ വാക്കെന്തുവാ? ഞങ്ങൾക്ക്. 2ാമത്തെ വാക്കെന്തുവാ? ആവശ്യമുള്ള. 3ാമത്തെ വാക്ക് ആഹാരം. 4ാമത്തെ വാക്ക് ഇന്ന്. അതാ വിഷയം. വിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ടത് എന്ത്? ഉത്തരം ഞങ്ങൾക്കുള്ളതേ പ്രാർത്ഥിക്കാവൂ. ആരും സ്തോത്രമൊന്നും പറയില്ല എന്ന് എനിക്കറിയാം. എന്നാലും 2 ആവശ്യമുള്ളതേ പ്രാർത്ഥിക്കാവൂ. 3 ആഹാരത്തിന് വേണ്ടിയേ പ്രാർത്ഥിക്കാവൂ. 4 ഇന്നത്തേക്കുള്ളതേ പ്രാർത്ഥിക്കാവൂ. ഇനി 4നും ചേർന്ന് ഒരു സ്തോത്രം പറഞ്ഞു നോക്കിക്കേ. എന്തായാലും തലയ്ക്ക് മീതെ കൈ പോകുകയില്ല. ഈ സ്തോത്രം പറയുമ്പം, കരം ഉയർത്തി സ്തോത്രം പറയാമെന്ന് പറയുമ്പം കൈ എവിടെ പൊങ്ങണം? തലയ്ക്ക് മീതെ പൊക്കണം കേട്ടാ. ഇല്ലേ പൊക്കണ്ടാച്ചാ. ഉപവാസമല്ലേ? ഞാൻ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ചെല്ലുമ്പം സ്തോത്രം പറ, ഹല്ലേലൂയ പറ, 12 ദിവസമേ ആയിട്ടുള്ളൂ, ഇതൊന്നും ഞാൻ പറയുകയില്ല. കാരണം ഞാൻ രാവിലെ മുതൽ അടിപൊളി ശാപ്പാട് കഴിച്ചാൽ നിൽക്കുന്നത്. 4 മണിക്കും കൂടെ 2 പഴംപൊരിയും കഴിച്ചാൽ നിൽക്കുന്നത്. അപ്പോൾ ഈ പുൽപ്പിറ്റേ വന്ന് പ്രസംഗിക്കുന്നവർക്ക് സ്തോത്രം പറ എന്നൊക്കെ പറയാൻ അവരുടെ കയ്യിൽ സാധനമുണ്ട്, അവർക്ക് ആരോഗ്യമുണ്ട്. നിങ്ങൾ പാപത്തങ്ങൾ 12 ദിവസമായി ശാപ്പാടും കഴിച്ചിട്ടില്ല. എൻ്റെ മുന്നേ നിങ്ങൾക്ക് ആവതുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഒരു സ്തോത്രം പറയാനുള്ള ആരോഗ്യമില്ലെങ്കിൽ അവിടെ അടങ്ങി ഒതുങ്ങി ചുമ്മാ ഇരുന്നേച്ചാൽ മതി. ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി എന്നേ. ഈ പൊറോട്ട ഇറച്ചി തിന്നിച്ചു വന്നിച്ചു സ്തോത്രം പറയാതെ പറയുന്നവർക്ക് എന്നാ പറയാൻ മേലാത്ത? അവരെ പോലെയാണോ നമ്മൾ? സ്തോത്രം. ഇപ്പം 4നും കൂടി ഒരെണ്ണം പറഞ്ഞാൽ മതി. 4നും കൂടി ഒരു സ്തോത്രം. ശരി. അപ്പം 1ാമത്തെ വീട്ടിലേക്ക് കിടക്കാം. വിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ടത് എന്ത്? ഉത്തരം. 1ാമത് എന്താ നമ്മളെ പറഞ്ഞേ? ഞങ്ങൾക്കുള്ളതേ പ്രാർത്ഥിക്കാവൂ. വലിയ പാടാണ് ട്ടാ. എനിക്കുള്ളതേ പ്രാർത്ഥിക്കാവൂ എന്നാണോ ഞാൻ പറഞ്ഞേ? അല്ല. ആദ്യത്തെ 3 നോക്കിക്കേ. നിന്റെ നാമം, നിന്റെ രാജ്യം, നിന്റെ ഇഷ്ടം, അങ്ങനെയല്ലേ? അപ്പം 4ാമത്തെ എങ്ങനെ വരണമായിരുന്നു? എൻ്റെ 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 അങ്ങനെ വരണ്ടായിരുന്നു? അങ്ങനല്ല. നിന്റെ എന്ന് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ എന്നല്ലേ വരണ്ടേ? രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞാനില്ല, എന്തേ ഉള്ളൂ? പറയുന്നേ, നാമം കൊണ്ട് വളച്ചങ്ങോട്ട് പറയുന്നേ, ഞങ്ങളെ ഉള്ളെന്ന്. ഒരാത്മീകൻ്റെ ആത്മീകത പ്രാർത്ഥിക്കുമ്പോൾ എവിടെ വെളിപ്പെടുമെന്നറിയാമോ നിങ്ങൾക്ക്? നമ്മളൊക്കെ ഈ കൂട്ടായ്മയിലേക്ക് വരുമ്പം എന്തു ബലത്തിലാ വരുന്നത്? തിരുവല്ലായിൽ 10 സെന്റിനകത്ത് തുടങ്ങിയ ആരാധനയാണെന്ന് രാജപാസ്റ്റർ പറഞ്ഞു.
ഞാൻ ആദ്യമായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ചൊല്ലുന്നത് 2.25 സെന്റിനകത്ത് ഒരു തറ, 4 നെറ്റി കെട്ടിപ്പൊക്കിയ ഒരു ഹോള്, ഓല മെടഞ്ഞ ഒരു സഭാഹാൾ, ചാണകം മെഴുകിയ തറ, ഭിത്തിയൊന്നുമില്ല. ഞാൻ പാസ്റ്ററിൻ്റെ കൂടെ ചെല്ലുമ്പം തമ്പേർ എൻ്റെ കയ്യിൽ, ഒരു ശീമപ്പത്തലും എൻ്റെ കയ്യിലുണ്ട്. കാരണം ഈ സഭാഹാളിൽ ആ 10-15 പട്ടി കിടക്കുന്നത്. ഇതുങ്ങളെ ഓടിക്കാനാണ് ഞാൻ ഈ പത്തലും കൊണ്ട് ചെല്ലുന്നത്. എന്നെ കാണുമ്പോഴേ പട്ടിയെല്ലാം കൂടെ സ്ഥലം വിടും. പട്ടി കിടക്കുന്നിടത്ത് ഇങ്ങനെ മാന്തി ഒരു കുഴി ഉണ്ടാക്കി അവിടാണ് യുവമാർ സുഖമായിട്ട് കിടക്കുന്നത്. ഞാനാണ് ദീർഘമായ വർഷങ്ങൾ അടിച്ചു കളഞ്ഞ് പായിടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സഭാഹാൾ അടിച്ചു കളഞ്ഞ് പായിടുന്നു. കാലുകൊണ്ട് പോലും ഞാൻ പായിടുകയില്ല. ഞങ്ങളുടെ ഒരിക്കൽ ഞാനിങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ 2 മൂല പറഞ്ഞു, ഡാ കുനിയടാ, ആലയത്തിനകത്ത് പായിടുമ്പോൾ കാലുകൊണ്ട് ഇടുന്നു, കൈ കൊണ്ടിടാന്ന് അങ്ങനെ പറഞ്ഞ് പഠിച്ചവരാ ഞങ്ങളൊക്കെ. ഞങ്ങൾ കാലുകൊണ്ട് ഇങ്ങനെ ഇടുകയില്ല, കൈ കൊണ്ടേ ഇടത്തുള്ളൂ. പായ ഇടുമ്പോഴെല്ലാം നല്ലപോലെ ഇരിക്കും. 10-15 വിശ്വാസികളെ ഉള്ളെന്ന്. പക്ഷേ ആരാധന കഴിയുമ്പം എത്ര പേരുണ്ടെന്നറിയാൻ കുഴി എണ്ണി നോക്കി വെച്ചാൽ മതി. ഓരോ കുഴിയിലും ഓരോന്നായിരിക്കുന്നു. പക്ഷേ വഴിയൂടെ പോകുന്നവരൊക്കെ ഞങ്ങളെ കണ്ട് കളിയാക്കുന്ന കാലഘട്ടത്തിലും, എൻ്റെ പൊന്നെ AC യുമില്ല, ഫാനുമില്ല, ഈ കാണായ സംവിധാനങ്ങളൊന്നുമില്ലാത്ത കാലത്തിലും വഴിയെ പോകുന്നവൻ കൂക്ക് വിളിച്ചുകൊണ്ട് പോകുമ്പോഴും അന്ന് പറഞ്ഞ ആരാധനയും അന്യഭാഷയും അതിൻ്റെ 7 അയൽപ്പക്കത്ത് വരുന്നില്ല പലപ്പോഴും ഇന്നത്തെ നമ്മുടെ ആരാധനകളും മറ്റുമൊക്കെ. 1350 വീട്ടുകാരുള്ള വേങ്ങൂർ മാർക്കവും ആ പള്ളിയിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിലേക്ക് വരുമ്പോൾ എൻ്റെ അപ്പൻ വിചാരിച്ചു ഇതിനേക്കാൾ വലിയ പള്ളിയിലേക്കായിരിക്കും ഇവൻ പോയതെന്ന്. ഒരിക്കൽ എൻ്റെ സഭാഹാള് കണ്ട അപ്പൻ അമ്മയോട് പറഞ്ഞു, നിന്റെ ചെക്കന് വട്ട, മൊസൈക്കിട്ട പള്ളിയിൽ നിന്ന് ചാണകം മെഴുകിയ തറയിലോട്ട് അവൻ പോയിരിക്കുന്നു. അന്ന് മുതൽ 56-ാമത്തെ വയസ്സിൽ നിൽക്കുമ്പോഴും 4 പതിറ്റാണ്ട് പിന്നിടുന്ന ആത്മീക ജീവിതത്തിൽ അവിടെ അമ്പരചുംബിയായ ആലയം ഇല്ലാഞ്ഞിട്ടല്ല അവിടെ നിന്ന് പോകുന്നത്. ചൊല്ലും ചൊലുത്തും കർമ്മങ്ങളും ആചാരങ്ങളും അതിൻ്റെ അകമ്പടിയും ദിഗന്ധങ്ങൾ ഭേദിക്കുന്ന വെടിക്കെട്ടും പ്രദക്ഷിണവും പട്ടും പത്രാസും ഒക്കെ ഉണ്ടെങ്കിലും അവിടെ കിട്ടാത്തൊരു ഫീൽ ഇവിടെ കിട്ടി. എന്താണെന്നറിയാമോ? പണം തന്ന് സഹായിച്ചവര് അധികമില്ലെങ്കിലും എൻ്റെ പ്രാണന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന കുറച്ചാളുകളെ ഞാൻ പ്രാർത്ഥനാലയത്തിൽ കണ്ടു. ഇന്ന് പകൽ ഞാൻ ആ ദൂത് നിങ്ങൾക്ക് കൈമാറുകയാണ്. രാജു പൂവക്കാലെ പാസ്റ്ററിന്റെ പകിട്ടും പത്രാസം കണ്ടുകൊണ്ടല്ല ഇവിടെ നിൽക്കുന്നത്. ഈ ആലയത്തിന്റെ വലിപ്പം കണ്ടുകൊണ്ടുമല്ല നിൽക്കുന്നത്. ICU യൂണിറ്റിനകത്ത് കയറേണ്ടി വന്നാലും നിന്നെ അതിനകത്ത് പുറത്ത് എത്തിക്കുന്നത് വരെ അതിന്റെ വാതിൽക്കൽ മുട്ടുകുത്തി കവിണ്ട് വീണ് കിടക്കാൻ കഴിയുന്ന ഒരു കൂട്ടം ആളുകളെ ദൈവം തന്റെ സഭയ്ക്കകത്ത് നൽകിയിരിക്കുന്നു. ആ ഒരു ബലമല്ലാതെ ദൈവമക്കൾക്ക് ലോകത്തിൽ വേറെ ഒരു ബലമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാനൊരിക്കൽ എൻ്റെ സഭയിലെ വിശ്വാസി ICU കിടക്കുക, ഞാൻ പേപ്പർ വിരിച്ച് കിടക്കുക. അപ്പം അയാളുടെ അനിയൻ്റെ മോനും ഉണ്ട്. അപ്പം ഇയാൾ നേരം എടുത്ത് പറയുക, ഞാൻ വീട്ടിൽ പോയി പശുവിന് വെള്ളം കൊടുത്ത് പിള്ളേരെ സ്കൂളിൽ വിട്ട് ഭാര്യയൊന്ന് സമാധാനിപ്പിച്ചിട്ട് വരാം, പാസ്റ്റർ ഇവിടെ കാണുമല്ലോ എന്ന്. അയാളുടെ അപ്പൻ്റെ ചേട്ടനായി കിടക്കുന്നത്. എൻ്റെ ആരാ? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പ്രാണൻ കൊടുക്കാൻ കഴിയുന്ന, നമുക്ക് വേണ്ടി പിടിച്ചു നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന, ആ വിഷയത്തിന് വിടുതൽ കണ്ടിട്ടല്ലാതെ പ്രാർത്ഥനാ ഫലം എഴുന്നേൽക്കുകയില്ലാത്ത കുറച്ചാളുകളുടെ ബലത്തിലല്ലേ ഈ ആത്മീക ജീവിതം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്?
അതുകൊണ്ട് ദൈവമക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനില്ല സഭയിൽ വന്നു കഴിഞ്ഞാൽ. ആരേ ഉള്ളൂ? കൈവച്ചു പറ, എവിടെ? ഇവിടെ അല്ല. ഇന്ന് കൈവച്ച് നോക്കിക്ക്. ഇവിടെ വല്ല അനക്കമുണ്ടോന്ന് അറിയുകയും ചെയ്യാലോ. ആരേ ഉള്ളൂ? ഞങ്ങളെ ഉള്ളെന്ന്. സ്തോത്രം. ഈ സഭായോഗത്തിലും മറ്റുമൊക്കെ സാക്ഷ്യം പറയും ആളുകൾ. ഒരാൾ സാക്ഷ്യം പറയുമ്പോൾ അടുത്തയാള് പാട്ട് പാടാൻ വേണ്ടി പുസ്തകം മറിക്കുന്നു. പണ്ടൊക്കെ, ഇപ്പം സാക്ഷ്യം പറച്ചിലൊക്കെ കുറവാണ്. അവസാനം ഒരു വാക്ക് പറയും, എല്ലാവരും എനിക്ക് വേണ്ടി. ഇതൊന്നും ആൾ കേൾക്കാറില്ലെന്ന്. അല്ല, അയാൾ അടുത്ത പാട്ട് പാടാൻ ശ്രമോ? ഞാൻ സഭായോഗത്തിൽ 25 വർഷം ഇരുന്നപ്പം ഞായറാഴ്ച സാക്ഷ്യം പറഞ്ഞവർക്ക് വേണ്ടി വൈകിട്ടൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. അത്രയുണ്ടായിരുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ പാവത്തങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്ന് എന്തെങ്കിലും പ്രാർത്ഥന വിഷയം പറയുമ്പോൾ പുസ്തകം മറിച്ച് തോണ്ടിക്കൊണ്ടൊന്നിരിക്കരുത്. നിങ്ങൾ കേട്ട് പ്രാർത്ഥിക്കുമെന്ന വിശ്വാസത്തോടെയാണ് അവരത് ചെയ്യുന്നത്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവർക്ക് ഞാനില്ല, എൻ്റെ ഇല്ല, ഞങ്ങളേ ഉള്ളൂ. എനിക്കൊരു വീടുണ്ടായിരുന്നില്ല. ഞാൻ 2-3 കാര്യത്തിൽ കൃപാവരമുള്ള ആളാണെന്ന് ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്ക് പിന്നീട് ആ ബോധ്യം വന്നത്, ഒന്ന്, ഈ വീടിനൊക്കെ മൂലക്കല്ലിട്ടാൽ ആളുകൾ പറയൂ, പാസ്റ്റർ കല്ലിട്ടാൽ പെട്ടെന്ന് പണി നടക്കും. അങ്ങനെ നാട്ടുകാരൊക്കെ എന്നെ വിളിച്ച് മൂലക്കല്ലിടിക്കുമായിരുന്നു. 2, എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നുണ്ട് ഈ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പല കാര്യത്തിൻ്റെ വിടുതലുണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് ആ കാര്യം. 3-ാമത്തെ കാര്യം, ഈ മരണാസന്ന നിലയിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾക്കൊരു തീരുമാനമാവും. അതെന്നാന്ന് വെച്ചാൽ, ഞാൻ ഈ മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നതിലും പ്രാർത്ഥിക്കത്തില്ല. എനിക്ക് ഈ ആർട്ടിഫിഷ്യലായിട്ടൊന്നും ഇഷ്ടമല്ല. ഞാൻ പറയും, നാളെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെയ്യില്ല. അപ്പം കിനാവിളി കിടക്കുന്ന പോലെ കിടക്കുക, മൊത്തം ട്യൂബാ. ഞാൻ ചോദിച്ചു, എത്ര വയസ്സുണ്ട്? 102. മോളാരാ? മരുമോളാ. ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവമേ, പരസ്യമായി എനിക്ക് 2 പ്രാർത്ഥനയാണ്. ഒന്ന്, പരസ്യമായിട്ട്, കർത്താവേ, ഈ മോൾക്ക് അറപ്പും വെറുപ്പുമില്ലാതെ ശുശ്രൂഷിക്കാൻ കൃപ കൊടുക്കണേ, വേദനയില്ലാതിരിക്കാൻ ഈ അപ്പച്ചനെ സഹായിക്കണേ. അത്രയേ ഉള്ളൂ എൻ്റെ പ്രാർത്ഥന. മനസ്സിൽ എന്തിനാണ് ഈ കിടപ്പ്? ആ പേരങ്ങടെ വെട്ടി അവിടെ കൊണ്ടുപോയി അബ്രഹാമിൻ്റെ മടിയിൽ ആശ്വാസമില്ലേ? നമ്മൾ ചില ആൾ ചെന്നുവെച്ചും യേശുവിൻ്റെ നാമത്തിൽ ഇങ്ങേരിലേക്ക് ഇനി രക്തം എന്തോന്നിന്, എൻ്റെ കാര്യത്തിന് ഇനി ഇയാൾ എഴുന്നേറ്റ് വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാനാണ്? അല്ല, എനിക്കറിയാമല്ല, 102 വയസ്സുള്ള അപ്പച്ച എഴുന്നേറ്റ് വന്നിട്ട് ഈ മോൾക്ക് കുറച്ചും കൂടെ കഷ്ടപ്പാട്. പ്രയോജനരഹിതമായി കഴിഞ്ഞാൽ പിന്നെ പ്രയോജനരഹിതമായ പ്രാർത്ഥനകൾ ആവശ്യമുണ്ടോ? എന്നതാ ഈ പോകാൻ ഇത്ര മടി? സ്തോത്രം. മരണം ലാഭമാണ്. മരണം ഒറ്റ മുദ്രാവാക്യം, മരണം ലാഭമാണ്. എത്ര ജീവിച്ചാലും മരിക്കണം. പിള്ളേർ ചോദിക്കുന്ന പോലെ എത്ര എന്നൊരു ചോദ്യമുണ്ട് ജീവിതത്തിൽ. എത്ര കേട്ടിട്ടുണ്ടോ? 10 വയസ്സ് വരെ എന്ത് ചോദിക്കും? വയസ്സ് എത്ര. 20 വയസ്സ് വരെ ചോദിക്കും മാർക്ക് എത്ര. 30 വയസ്സാകുമ്പോൾ ചോദിക്കും ശമ്പളം എത്ര. 40 ആകുമ്പോൾ ചോദിക്കും പിള്ളേർ എത്ര. 50 ആകുമ്പോൾ ചോദിക്കും ഷുഗർ എത്ര. 60 ആകുമ്പോൾ ചോദിക്കും പ്രഷർ എത്ര. 70-80 ആകുമ്പോൾ ചോദിക്കും ഇനി എത്ര നാൾ. അങ്ങനെ എത്ര എന്നൊരു ചോദ്യം നമ്മളെ വിട്ട് പോകത്തില്ലെന്നേ. നമ്മൾ വലിയ പ്രത്യാശയോടെ മരണമില്ല, എന്നതീ ലാഭം. ഇന്ന് രാത്രി ഞാൻ മരിക്കുകയാണെന്നിരിക്കട്ടെ, ഇന്ന് രാത്രി നിങ്ങളാരെങ്കിലും മരിക്കുകയാണെന്നിരിക്കട്ടെ എന്നാണ് എനിക്ക് ആദ്യം പറയാൻ തോന്നിയത്. ചിലരുടെ ഇരിപ്പ് കണ്ടപ്പം
വേണ്ടാന്ന് വെച്ചു. ഞാൻ വല്ലതും പറയുകയും വല്ലവരും ചാകുകയും ചെയ്താൽ ഇങ്ങോട്ടുള്ള വരവ് നിൽക്കും. അപ്പം ഞാൻ മരിക്കാന്നിരിക്കട്ടെ, രാജു പാസ്റ്ററോ ജേക്കബ് മാത്യു ഒക്കെ എന്നെ വീട്ടിലെത്തിച്ചോളൂ. ഞാൻ കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തത് 41 കൊല്ലം അങ്ങോട്ട് കൊടുത്തത്. അത് വലിയ ഗമേല ഞാൻ പറഞ്ഞു 41 കൊല്ലമോ ഞാൻ കർത്താവോ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നത്. ഇന്ന് ഞാൻ മരിച്ചാൽ കർത്താവ് എനിക്ക് തിരിച്ചു തരുന്നതാണ് ലാഭം. ചെറിയ മുതൽ മുടക്ക് വലുത് തിരിച്ചു പിടിക്കുക, അതിൻ്റെ പേരാ ലാഭം. ഇന്ന് രാത്രി ഞാൻ മരിച്ചാൽ ദൈവം എനിക്ക് തിരിച്ചു തരും 41 കൊല്ലമാണോ? അല്ല. സെക്കൻഡുകൾ ഇല്ലാത്ത, മിനിറ്റുകൾ ഇല്ലാത്ത, മണിക്കൂറുകൾ ഇല്ലാത്ത, തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ ദിവസങ്ങൾ ഇല്ലാത്ത, 1 2 3 4 ആഴ്ചകൾ ഇല്ലാത്ത, മാസങ്ങൾ ഇല്ലാത്ത, വർഷങ്ങൾ ഇല്ലാത്ത, നൂറ്റാണ്ടുകൾ ഇല്ലാത്ത, കാലങ്ങൾ ഇല്ലാത്ത, കാലഘട്ടങ്ങൾ ഇല്ലാത്ത, ഋതുക്കളും ഋതുഭേദങ്ങളും ഇല്ലാത്ത, ലോകത്തിൽ ആർക്കും മനസ്സിലാകാത്തൊരു ഭാഷ നമുക്കുണ്ട്. എന്താണ്? നിത്യത. അതാണ് ദൈവം നമുക്ക് തിരികെ തരുന്നത്. കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വിരിയും. എവിടെ പോയാലും തിരിച്ചു വരണം, പക്ഷെ നിത്യതയിൽ പോയാൽ തിരിച്ചു വരില്ല. ആ നിത്യത ഒരു മരണം ലാഭമാണെന്ന് മനസ്സുകൊണ്ട് അംഗീകരിച്ചവർ കരമൊന്ന് ചേർത്തടിച്ചോ. ഇന്ന് രാത്രിയിൽ ഈ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തണമെന്ന് ഞങ്ങൾക്കുള്ളതേ പ്രാർത്ഥിക്കാവൂ. അസൂയയില്ലാത്തവർ ആരാന്നറിയാമോ? അസൂയ 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 എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ? മനസ്സിലാവും. അസൂയ കുറച്ച് കുറഞ്ഞവരാരാന്ന് ഞാൻ പറയാം. പാസ്റ്റർമാരാണ്. അവർ പോലും സ്വത്രം പറഞ്ഞിട്ടില്ല. ഉണ്ടോ? അവർക്കറിയാം പാസ്റ്റർ പറഞ്ഞൊക്കെ നോണ ചുമ്മാ. ഞാൻ വിചാരിച്ചു അവരെങ്കിലും എനിക്കൊരു സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് ഞാനൊന്ന് വിശദീകരിച്ചാലേ മനസ്സിലാവും. എല്ലാവർക്കും അസൂയുണ്ട്, ഞങ്ങൾക്ക് അസൂയ ഇല്ല എന്ന് ഞാൻ പറഞ്ഞോ? ചില കുറവുണ്ടെന്നല്ലേ പറഞ്ഞോളൂ, അത്രേ പറഞ്ഞു. ഞങ്ങൾക്കും ഉണ്ട്. ഞങ്ങൾ ഈ പാസ്റ്റർമാരൊക്കെ കാണുമ്പം ചെല്ല ഒന്നിച്ചും എത്ര കുടുംബമുണ്ട്? ആദ്യം എന്നോട് എന്തിനാ എത്ര കുടുംബമുണ്ടെന്ന് ചോദിക്കുന്നത്? എന്നേക്കാൾ വലിയ പുള്ളിയാണോ എന്നറിയാനായി ചോദിക്കുന്നത്. പണ്ട് ഞാൻ മലയാറ്റൂർ ഭാഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പം ഒരു പൊങ്ങച്ചുള്ളൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു, ഭയങ്കര പൊങ്ങച്ച. ഞാൻ പല പ്രാവശ്യം ഓങ്ങിയത് അങ്ങേർക്കൊരു പൊങ്ങച്ചം കുറയ്ക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന്. അപ്പോൾ ഒരു സെൻ്റെ കൈ കിട്ടി. പുള്ളി കൈയൊന്നും തരത്തില്ല, ഇങ്ങനെ വിരലൊക്കെ വേണമെങ്കിൽ ഒന്ന് മുട്ടും. എന്നോട് ചോദിച്ചു, എന്താ സഹോദര വിഷയം? സഹോദരനെ നമ്മളെ വിളിക്കുള്ളൂ, പുള്ളിയെ പാസ്റ്റർ എന്നൊക്കെ വിളിക്കണം. ഞാൻ പറഞ്ഞു, എവിടാ പ്രവർത്തിക്കുന്നത്? മലയാറ്റൂർ നീലീശ്വരം. അവിടെ ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ചോദിക്കുക. ഞാൻ പറഞ്ഞുണ്ട്. എത്ര കുടുംബമുണ്ട്? 5000. പെട്ടെന്ന് വലിയ കുടവറൊക്കെ ആയിരുന്നു. പെട്ടെന്ന് പുള്ളിയുടെ ഗ്യാസ് പോയതുപോലെ. എത്ര? 5000. കയ്യേന്ന് വിട്ടു, പുള്ളി സ്ഥലം വിട്ടു. വേറൊരു പാസ്റ്ററോട്, ആ പാസ്റ്റർ എൻ്റെ കൂടെ പുള്ളി ചോദിക്കുക, നിൽക്കുന്ന പുള്ളിക്ക് വല്ല കുഴപ്പമുണ്ടോന്ന് എനിക്ക്. അപ്പോൾ പുള്ളി ചോദിച്ചു, എന്നാ കാര്യം? അല്ല, പുള്ളിയുടെ സഭയിൽ 5000 കുടുംബമുണ്ടെന്ന് പറഞ്ഞു. അതാണോ കാര്യം? അത് പുള്ളി സ്ഥിരം പറയുന്ന. കാരണം മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്തിൽ 5000 കുടുംബമുണ്ട് അച്ഛാ. ഞാൻ ഈ 5000 കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഒരു കുത്തു കൊടുക്കാൻ തോന്നി, അതുകൊണ്ട് ഞാനങ്ങ് ചെയ്ത് അത്രയേ ഉള്ളൂ. അപ്പോൾ പുള്ളിയുടെ ഇതൊക്കെ തീർന്നു. അപ്പം നമ്മുടെ ഇടയിലൊക്കെ അസൂയ ഉണ്ടെന്നേ, ഇല്ലെന്ന് പറയാൻ പറ്റിയല്ല, പക്ഷേ ചില കുറവാണ്. അത് ഞാൻ പറയാം. സഭയിലെ വിശ്വാസി ഒരിക്കൽ എന്നെ വിളിച്ചു, പാസ്റ്റർ എന്തോ ഞാനിത് അവതരിപ്പിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പാസ്റ്റർ ഞാൻ ആ 800 വിറ്റ എന്താ കാര്യം? പിള്ളേർക്ക് ഇപ്പം 800 ഒന്നും പറ്റത്തില്ല, കാല് സ്റ്റിയറിങ്ങിൽ മുട്ടുന്നു, തീപ്പെട്ടി വണ്ടിയാണ്, സ്റ്റാൻഡേർഡ് ഇല്ല, അന്തസ്സില്ല, അത് വിറ്റു. എന്നിട്ട് എന്തോ ചെയ്തു? ഒരു ഇന്നോവ ബുക്ക് ചെയ്തു. പ്രൈസ് ദ ലോർഡ്. ആര്? പാസ്റ്ററിൻ്റെ വക. പ്രൈസ് ദ ലോർഡ്. പാസ്റ്ററിനെ അങ്ങനെ സ്വത്രം പറയുന്നത്. അത്
നടക്കുമെന്നേ. ഇന്നോവയും ഫോർച്യൂണറൊക്കെ ചർച്ചിലോട്ട് വരട്ടെന്ന്. പാസ്റ്റേ അത് നടക്കുമെന്ന്, നിങ്ങൾ കിടന്ന് ബേജാറ്, നടക്കുമെന്ന്. പാസ്റ്റേ എന്തോ മോള് പാസ്സായി, സ്വോത്രം. എന്നെ അടുത്ത പരിപാടി, ഓ എൻ്റെ പാസ്റ്റേ അവക്കിപ്പം പറയുന്നു മെഡിസിന് പോകണമെന്നാ, സ്വോത്രം. പാസ് എന്നെ കണ്ടിട്ടായി സ്വോത്രം പറയുന്നത്. ഇവിടെ മനുഷ്യ ജീവിക്കാൻ കാശിലാണ്, 65 ലക്ഷം രൂപ. അച്ഛാ, നിങ്ങൾ ഈ ദാരിദ്ര്യം പറയാതെ, നിങ്ങളോ പഠിച്ചില്ല, ആ ആധാരമൊക്കെ കൊണ്ട് ICICI ബാങ്കിൽ HDFCയിലോ പോയി നോക്ക്. ഞങ്ങൾ പ്രാർത്ഥിക്കാം, വളരെ രക്ഷപ്പെടട്ടെ. വല്ലതും പിടികിട്ടിയോ? നിങ്ങളുടെ എന്ത് കാര്യം ഞങ്ങളോട് പറഞ്ഞാലാണ് ഞങ്ങൾ നോ എന്ന് പറയുന്നത്? എന്ത് കാര്യത്തിന് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും. ഇന്നാളൊരു വീട് തറക്കല്ലിടാൻ ചെയ്തു. അപ്പോൾ പുള്ളി പറയുക, പാസ്റ്റർ തറക്കല്ലിട്ടാൽ നന്നായിട്ട് പണി നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, ഒന്ന് ഇരുത്തി പ്രാർത്ഥിച്ചിട്ടേക്കണം. എന്നാ കാര്യം? ഒരു നിലയായിരുന്നു മനസ്സിൽ, ഇപ്പം 2 നിലയാണ്. സത്യത്തിൽ ഞാൻ എന്തോ ചോദിക്കണം, അച്ഛാ 2 നില പണിയാനുള്ള കാശുണ്ടോ? ഇല്ല, എന്നാൽ ഞാൻ 1 നിലയ്ക്ക് ഇടുന്നുള്ളൂ. വീട് പണിയാൻ ആഗ്രഹിക്കുന്നവൻ തീർപ്പാൻ വകയുണ്ടോ എന്ന് നോക്കിയേ പണിയാവുന്ന വചനമുള്ളത് കൊണ്ട് കർത്താവ് ഈ സഹോദരൻ്റെ ദുരാഗ്രഹത്തെ ഞാൻ ശാസിക്കുന്നു എന്ന് പറഞ്ഞ് അല്ലേ കല്ലിടേണ്ടത്? അതെ, പക്ഷെ അങ്ങനല്ല ഇടുന്നത്. കർത്താവ് 1 നിലയിലും വല്ലാത്ത ഈ സഹോദരൻ 2 നില മോഹം സാധിപ്പിച്ചു കൊടുത്തേന്. അങ്ങനെ പറഞ്ഞാൽ കല്ലിടുന്നത് അല്ലേ? കൂടി നിന്ന് പോണ്ടായോ? നിങ്ങളുടെ ഏത് കാര്യത്തിനാണ് ഞങ്ങൾ ഈ നോ പറയുന്ന ചോദിക്കുന്നത്? പക്ഷേ അവിടെ ഒരു വീട് ജപ്തി നടപടിയാണ്, മേടിക്കാൻ പോവുക. ഇയാൾക്ക് 4 വീടുണ്ട്, മേടിക്ക്. എന്ത് കാര്യത്തിനായി നോ പറയുന്നേ? നിങ്ങളുടെ ഏത് കാര്യത്തിനും അസൂയയില്ലാതെ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ പാസ്റ്റർമാരാ. സ്തോത്രം. ഒരു പാസ്റ്റർ സഭയിൽ അച്ചാന് ഫോൺ ചെയ്യുക, അച്ചായോ എന്തോ പിന്നെ നിമിഷം ഞാൻ ആ 800 വിറ്റു, പാസ്റ്ററിൻ്റെ വക വിറ്റ. എന്നിട്ട് പിള്ളേർക്ക് ഇപ്പോൾ അത് ചെറിയ വണ്ടിയാണ്, കാല് സ്റ്റീറിങ്ങിലും ഒരു തീപ്പെട്ടിയാണ്. എൻ്റെ പാസ്റ്റർ പിള്ളേർ അങ്ങനെ പലതും പറയും. പിള്ളേർ പറഞ്ഞൊക്കെ അനുസരിച്ച് ഇങ്ങനെ പാസ്റ്റർ മേടിക്കാൻ നടക്കുകയാണ്. നമ്മുടെ വരുമാനമൊക്കെ നോക്കണ്ടേ? അത് ദൈവം നടത്തുന്നു. എന്നിട്ടിപ്പോൾ എന്തോ ചെയ്തു, ഒരു വണ്ടി ബുക്ക് ചെയ്തു. ഏത് വണ്ടി? ഇന്നോവ. എടിയേ, നമ്മുടെ പാസ്റ്റർ ഇപ്പോൾ ഇന്നോവ ബുക്ക് ചെയ്തു. വല്ല കാര്യമുണ്ടോ? സഭയിൽ എത്ര വരുമാനം? 17,000 രൂപ. ഇന്നോവയ്ക്ക് ഒരു മാസം എത്ര അടയ്ക്കണം? 40,000 രൂപ. എങ്ങനെ അടയ്ക്കും പാസ്റ്ററെ? കർത്താവ് നടത്തും. ഏത് കർത്താവ്? പുള്ളിക്ക് 40,000 അടയ്ക്കുന്ന കർത്താവിന് ഇതുവരെ അറിയാൻ മേല സഭാ സെക്രട്ടറിക്ക്. അച്ഛാ, മോക്ക് ഗൾഫിൽ അല്ല മെഡിസിനോ? പാസ്റ്റർ ഈ ആന വാ വിളിക്കുന്നില്ല, നമ്മൾ വാ വിളിക്കുന്ന അവരവർക്ക് പറ്റുന്ന കാര്യം ചെയ്താൽ പോരെ പാസ്റ്റർ? വടക്കേരിയിലെ വയലൊക്കെ വിളഞ്ഞു കിടക്കുന്നു, ഇതിൽ കൂടുതൽ എനിക്ക് പറയാൻ അറിയാൻ മേല. അതുകൊണ്ട് നിങ്ങൾ ഓർത്തോളം, നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ അസൂയയില്ലാതെ പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവർക്കും ഒരു വാക്യം അറിയാം, ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവയുടെ സ്ഥിതിക്ക്. എന്താ പ്രാർത്ഥിക്കാത്ത? നല്ലൊരു സഹോദരി പ്രാർത്ഥിക്കുക, ഇന്ന സഹോദര ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭയങ്കര തൻ്റെ ഇടം അടിച്ച് ഒതുക്കി മടക്കി ഇനി കൊണ്ടുവരണം. ആരുടെ ഭർത്താവിനെ? ഈ പുള്ളിയാത്തിനെ കെട്ടിയവനെ. അപ്പം അടുത്തയാൾ 3 പേരേ ഉള്ളൂ. ഈ ഇദ്ദേഹത്തിൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ ചൂണ്ടയിട്ട് കൊളുത്തി താടിക്ക് പിടിച്ച് ഇവിടെ കൊണ്ടുവരണം. സ്വത്രം. അതിൻ്റെ പുള്ളിക്കാത്തിൻ്റെ ഭർത്താവാ. കർത്താവേ, അടിയൻ്റെ പ്രിയപ്പെട്ടവരുമേ. അപ്പം ഈ പുള്ളിക്കാത്തിനെ കെട്ടിയവനെ അടിച്ചു ഒതുക്കി മടക്കി കൊണ്ടുവരണം. ഈ പുള്ളിക്കാത്തിനെ കെട്ടിയവനെ ചൂണ്ടൽ കൊളുത്തി, എൻ്റെ കെട്ടിയവനെ ഒന്നും ചെയ്യരുത്. അടിയൻ അസൂയയുടെ പാണ്ഡികശാലയാണ് നമ്മൾ. അറിയാമോ? നിങ്ങൾ വിശ്വാസത്തിൽ വന്നിട്ട് 5 കൊല്ലം ആയിട്ടുള്ളൂ, ഇതുവരെ വീടില്ല. അല്ല, 40 കൊല്ലമായി വീടില്ല. നാളെ 7 കൊല്ലമായി വന്നവന് 2 നില വീട്. നമുക്ക് സഹിക്കുമോ? ഈ മാതിരി കഷ്ടം വെച്ച് ത്യാഗം ചെയ്ത്. ഇതിൻ്റെ പാറ്റേൺ അതാണ് മക്കളെ.
നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് ഭേദം വരുത്തും. ഇത് വചനമായി പറയുന്നു. ഇരട്ടിയായ അനുഗ്രഹം അയ്യോബിന് വരുന്നത്. അതുകൊണ്ട് സഭയിൽ വരുന്നവർക്ക് എത്ര പേർക്ക് വീടില്ലെന്ന് അറിയാമോ? എത്ര പേരെ കുഞ്ഞുങ്ങൾക്ക് ജോലിയില്ലെന്ന് അറിയാമോ? ഈ സഭയിൽ വന്ന് പാട്ടുപാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ബന്ധനം അഴിക്കുകയും ഇന്ധനം തീരുകയും ഒക്കെ ചെയ്യുമ്പം ഈ സഭയിൽ വന്നു പോകുന്ന പാവത്തങ്ങളെ അറിയാമോ? അവരെ സങ്കടങ്ങൾ അറിയാമോ? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് പറഞ്ഞാൽ എത്രയായി? അത് നിർത്താം. എന്നിട്ട് അവിടെ രണ്ടെണ്ണം നിൽക്കുക, ജോയി ആലക്കാസിലെ പിള്ളേർ നിൽക്കുന്ന പോലെ. അപ്പോൾ പാസ്റ്റർ ചോദിച്ചു, എന്നതായി വാതൊക്കെ വന്ന് നിൽക്കുന്നത്? പാസ്റ്റർ സഭായോഗം കഴിഞ്ഞ് പോകുമ്പം ആർക്കെങ്കിലും വല്ല സങ്കടമോ വിഷയമോ ഉണ്ടെങ്കിൽ അത് മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എന്ന് പറയുന്ന പക്വതയും പരിജ്ഞാനവും എത്തിയ രണ്ടെണ്ണത്തെ എന്ന് സഭാഹാരുടെ വാതൊക്കെ കാണും. ചിന്തിക്കണ്ടേ? ദരിദ്രരാണെങ്കിലും മറ്റുള്ളവരെ സമ്പന്നരാക്കുന്നവരാണ് നമ്മൾ. സ്തോത്രത്തിൻ്റെ പാറ്റേൺ മാറണം, മാറ്റിയേ പറ്റൂ. ഇന്നത്തെ 12ാമത്തെ രാത്രി മനസ്സുകൊണ്ട് പറയണം, എൻ്റെ കാര്യങ്ങൾ ഞാൻ വിടുക പാസ്റ്ററെ. എത്ര സഭാഹാൾ ഞാൻ പണിതിട്ടുണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക്? സ്വന്തം ഒരു വീടില്ലായിരുന്നു 35 കൊല്ലം. എനിക്കും കൊല്ലം പ്രശ്നമൊന്നും ഇപ്പോഴും ഇല്ല. ഒരു വീട് മേടിച്ചു, അത് അബദ്ധം പറഞ്ഞെടുക്കുക. ഞാൻ സ്വന്തം സ്ഥലവും വീടും വിറ്റ് സഭാഹാൾ പണിയുന്ന 100 കണക്കിന് പാഷമാർ എനിക്കറിയാം. ഉണ്ടായിരുന്ന മുഴുവൻ വിറ്റിട്ട് സഭാഹാൾ പണിത് എനിക്കറിയാം. അവരുടെ ആ ഒരു സന്തോഷത്തിൻ്റെ പകുതി നമുക്കില്ല. എന്താ കാര്യം അറിയാമോ? എൻ്റെ വിഷയത്തെക്കാൾ എൻ്റെ ചർച്ചിൽ വരുന്നവരുടെ വിഷയമാണ് എനിക്ക് ഗൗരവമുള്ളത് എന്ന് പറയുമ്പോഴാണ് സഭയുടെ തൂണായി മാറുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവേ, എൻ്റെ വിഷയം ഞാൻ 2ാമത്തെ സ്ഥാനത്തേക്ക് തള്ളുന്നു. ഈ സഭയിൽ വരുന്ന അവസാനത്തെ ഇല്ലായ്മക്കാരൻ്റെയും ആവശ്യങ്ങൾ പ്രാർത്ഥിച്ചിട്ടല്ലാതെ എൻ്റെ വിഷയം ഞാൻ നിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയില്ല എന്നൊരു തീരുമാനത്തിലെത്തിയാൽ അതൊരു ആന്തരിക വിടുതലായിരിക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പ്രിയപ്പെട്ടത്, സ്തോത്രം. പെട്ടെന്ന് നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോകണം. അതുകൊണ്ട് ഇവിടെ കുറച്ചുകൂടി നിന്നാ ഞങ്ങൾക്കുള്ളതേ പറഞ്ഞേ, ഞാനില്ല ഇനി മുതൽ. എന്തേ ഉള്ളൂ? വീടില്ലാത്തവൻ്റെയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികളുടെ ഒക്കെ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ വേണമെന്ന്. കാനാവിലെ കല്യാണത്തിൽ 2 പ്രശ്നമാണ്. ഒന്ന്, അവർക്ക് വീഞ്ഞ് ഇല്ല, ഇല്ലായ്മ ഒരു പ്രശ്നമല്ലേ. 2, ഇത്രയും നല്ലത് എവിടെ വെച്ചു? തിന്നേച്ചിരിക്കാൻ മേലാത്തവൻ്റെ പ്രശ്നം. യേശു ഉള്ളവൻ്റെ പ്രശ്നത്തിലാണോ ഇല്ലാത്തവൻ്റെ പ്രശ്നത്തിലാണോ ഇടപെടുന്നത്? ഇല്ലാത്തവൻ്റെ പ്രശ്നത്തിലാണ്. അതുകൊണ്ട് 100 കണക്കിന് ആളുകൾ കൂടി വരുന്ന ഈ സഭയിൽ ഇല്ലായ്മക്കാരെ പരിഗണിക്കുമ്പോഴാണ് നിങ്ങളുള്ളവരായി മാറുന്നത്. ഒരുമിച്ചൊന്ന് സ്തോത്രം പറഞ്ഞു ദൈവമക്കളെ. എൻ്റെ ഇല്ലായ്മകൾ ഞാൻ മാറ്റിവെക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പം ദൈവം എൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തുമെന്ന വചനമുണ്ടെങ്കിൽ ആ വചനപ്രകാരം ഞാൻ പ്രാർത്ഥിക്കും എന്നൊരു തീരുമാനമെടുക്കുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഞങ്ങൾക്കുള്ളതേ പ്രാർത്ഥിക്കാം. 2ാമത്തെ വാക്യം എന്തായിരുന്നു? 2ാമത്തെ വാക്ക് ആവശ്യമുള്ളതേ പ്രാർത്ഥിക്കാം. ആവശ്യങ്ങൾ 3 തരാം. 1 അത്യാവശ്യം, 2 ആവശ്യം, 3 അനാവശ്യം അല്ലെങ്കിൽ ആർഭാടം. 1 അത്യാവശ്യം. അത്യാവശ്യമാണെങ്കിൽ ദൈവം ഇന്ന് തരും. ആവശ്യമേ ഉള്ളെങ്കിൽ ദൈവം വെയിറ്റ് ചെയ്യാൻ പറയും. നാളെ, മറ്റന്നാൾ, അടുത്ത മാസം വെയിറ്റ് ചെയ്ത് തരാം. ആർഭാടമാണെങ്കിൽ ദൈവം തരികയില്ല. നമ്മൾ മേടിച്ചെടുക്കും. നമ്മൾ മേടിച്ചെടുക്കാനൊക്കെ ഭയങ്കര എടുക്കില്ല. ചിലക്ക് 21 ഇരിക്കുമ്പം, കർത്താവേ ഞാൻ 21 ഇരിക്കുകയാണെന്ന് നീ അറിയുന്നുവല്ലോ, ഭീഷണിയാ. 21 കഴിയുമ്പോഴേക്കും എൻ്റെ കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിൽ ദൈവം ജീവനും കൊണ്ട് സ്ഥലം വിടും. നീ എന്നാ ചെയ്യും? ദൈവത്തെ എന്നാ ചെയ്യും? ദൈവത്തിനറിയാം നീ സഭ ഇട്ടിച്ച് പോകുന്നു.
അതുകൊണ്ട് ദൈവം നിനക്ക് അത് തരികയും ചെയ്യും. കാരണം നിനക്കോ നാണമില്ല. ഇത്രയും നാളും കർത്താവിനോട് നടന്ന് നീ പിന്മാറി നടന്നാൽ ദൈവത്തിന് നാണക്കേടായാലും ചോദിക്കുന്നത് തരികയും ചെയ്യും. പെട്ടെന്ന് കിട്ടുന്നതൊക്കെ വലിയ ഡിമാൻഡാണെന്ന് വിചാരിക്കരുത് കേട്ടോ. കാത്തിരുന്ന് കിട്ടുന്നതിൻ്റെ മാധുര്യം പോലെ പെട്ടെന്ന് കിട്ടുന്നതിനില്ല. പണ്ടത്തെ ഉപദേശി പറഞ്ഞ ഉദാഹരണം പറയാം. ഈ എലി രാത്രിയിലേ തീറ്റ എടുക്കാൻ വേണ്ടി ഇറങ്ങി ഒരു 10 മണിക്ക് ഇറങ്ങി. നമ്മളൊക്കെ ഉറങ്ങി. ഒരു 2-3 മണിയൊക്കെ ആകുമ്പോഴാണ് പുള്ളിക്ക് വല്ലതും കിട്ടുക. ഒരു ദിവസം ഇറങ്ങി ഉടനെ ഒരു തേങ്ങ കൊത്തിരിക്കുന്നു. പുള്ളി ചാടി കയറി എന്നൊരൊച്ച കിട്ടു. മനസ്സിലായി പുറകിൽ വാതിലടഞ്ഞു. കെണിയായിരുന്നു. നമ്മൾ ഉറങ്ങിയിട്ടില്ല. നമുക്ക് മനസ്സിലായി പെട്ടെന്ന് എലി വീണല്ലോ. നേരം വെളുത്ത് എന്ന് നോക്കാം. നോക്കിയിട്ടുണ്ടോ? നേരം വെളുത്ത് ചെന്ന് നോക്കുമ്പോൾ രസകരമായൊരു കാഴ്ച എന്നാന്നറിയാമോ? ഈ എലി ജീവനോടെ അതിനകത്തുണ്ട്. ഈ തേങ്ങാ കൊത്തും അവിടെ ഉണ്ട്. എന്നാ തിന്നാനാ കയറിയേ? തേങ്ങാ കൊത്ത്. എന്നാ തിന്നാത്തെന്താ? ഉള്ള സമാധാനം പോയി. അതാ തിന്നാത്തെ. ഈ അന്വേഷിച്ച് നടന്ന് ഒരു 3-3:30-4 മണിക്ക് വല്ല കഷവും കിട്ടിയെങ്കിൽ സമാധാനത്തോടെ തിന്ന്, ഒന്നുമല്ലെങ്കിൽ ഇലക്ട്രിക്കിൻ്റെ വയറെങ്കിലും കരണ്ടേച്ച് വീട്ടിൽ പോവായിരുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ ചന്ദ്രക്കല കണക്കി ഒരു തേങ്ങ ചാടി കയറിയില്ലേ? സമയത്തിന് മുമ്പേ കിട്ടിയാൽ ഉള്ള സമാധാനം പോവും മക്കളെ. കാത്തിരുന്ന് വരേണ്ട ഇസഹാക്കിന് വേണ്ടി കാത്തിരിക്കാതെ വീട്ടിനകത്ത് ചിരി വരുന്നതിന് മുൻപ് ചിറാലിപ്പിനെ കാശ് കൊടുത്ത് മേടിച്ചതാണ് ഇസ്മായേൽ. ഉള്ള സമാധാനം പോയി. സ്തോത്രം. അതുകൊണ്ട് ആവശ്യങ്ങൾ അത്യാവശ്യമാണെങ്കിൽ ദൈവം തരും. 6 വശത്തെ വാതിലടഞ്ഞു. 6 വശത്തെ വാതിലടഞ്ഞു. ഒരു മനുഷ്യന് എത്ര വശമുണ്ട്? ഒരു മനുഷ്യന് എത്ര വശമുണ്ടെന്ന് ആർക്കറിയാം? മുൻവശം. അടുത്തത് എതിര് പറയാൻ പഠിച്ചിട്ടുണ്ടല്ലോ. പുറകുവശം, വലതുവശം, ഇടതുവശം, മുകളിൽ, താഴെ. ഇപ്പം 6 വശമായില്ലേ? ഇനിയൊരു വശം കൂടെ ഉണ്ട്. എന്താ? ദേഷ്യം വരും പറയും, നിനക്കെൻ്റെ ഒരു വശം മാത്രമേ. അതവിടെ ഇരുന്നോട്ടെ. അതൊക്കെ പൊളിക്കുന്ന ഉപവാസം പാടില്ലേ? 6 വശവും അടങ്ങി. നിങ്ങൾ കണ്ടോ? മുൻപിൽ ചെങ്കടൽ, 2 സൈഡിലും 3 പർവ്വതങ്ങൾ, താഴെ ചുട്ടുപൊള്ളുന്ന മണൽ, മുകളിൽ മേഘസ്തംഭം. ഇനി എവിടെ അടയാനുള്ളത്? പിറകിൽ. എല്ലാ കാലത്തും അങ്ങനെ. 50 കൊല്ലം ജീവിച്ചവനും വേണമെങ്കിൽ പിന്മാറിപ്പോകാം. ആ വാതിൽ ദൈവം അടക്കിയേല. എത്ര പ്രസംഗനും പുറകോട്ട് പോവാം, എത്ര പ്രവാചകനും പുറകോട്ട് പോവാം. പുറകോട്ട് പോകുന്നവരും ദൈവം പിടിക്കുകയില്ല. പൊക്കോ. ദൈവം പറഞ്ഞു നമുക്ക് പുറകോട്ട് പോകണം. പോവില്ല. ഉറപ്പാണ്. ഞങ്ങളിനി മിസ്രയീമിലെ ചുറ്റുള്ളി ഞങ്ങൾക്ക് വേണ്ട. തീരുമാനം പ്രഖ്യാപനമായി വന്നപ്പോൾ ദൈവം പറഞ്ഞു, മുൻപിൽ നടക്കാൻ ദൂതനോട് പറഞ്ഞു, പിറകിൽ നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ 6ാമത്തെ വശം അടച്ചത് ദൈവമാണ്. ഓക്കെ. 6ാമത്തെ വശം ദൈവം അടച്ചപ്പോഴാണ് അവർ ദൈവത്തിൻ്റെ പുതുവഴി കാണാൻ തുടങ്ങിയത്. ഉപവാസത്തിൻ്റെ 12ാമത്തെ രാത്രിയിൽ ഇരിക്കുന്ന ദൈവ പൈതലേ, നിനക്ക് അന്വേഷിക്കാൻ മാർഗമുണ്ടെങ്കിൽ അന്വേഷിക്കുക. വായ്പ തരാൻ ആളുണ്ടെങ്കിൽ പോയി ചോദിക്കുക. ഒരു മാർഗവും നിന്റെ മുമ്പിലുണ്ടെങ്കില്ലെങ്കിൽ 6ാമത്തെ വശവും ദൈവമേ നീ അടച്ചോളൂ എന്ന് പറയാൻ മനസ്സുണ്ടെങ്കിൽ, നാളെ നേരം വിളക്കുമ്പോഴേക്കും ഒരടി വെക്കാൻ സ്ഥലം പോലും ഇല്ലെങ്കിൽ, 6 വശവും അടയ്ക്കപ്പെട്ടവരാരെങ്കിലും ഈ 12ാമത്തെ രാത്രി ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ ആ ദൂത് ഞാൻ കൈമാറും. നേരം വെളുക്കുന്നതിന് മുൻപ് അത്യാവശ്യക്കാരനാണ് നീ എങ്കിൽ നിനക്ക് വേണ്ടി 7ാമത്തെ പുതുവഴി തുറക്കാൻ ദൈവം ശക്തനാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഏറ്റെടുക്കാൻ മനസ്സുള്ളവർ കരമടിച്ചും രാത്രിയിൽ ഈ ദൈവത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്തണം.
ആവശ്യമേ ഉള്ളെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറയും. നമുക്കിപ്പോൾ ഏതാ ഇപ്പം ഇവിടെ പുറകോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക? എന്താ കാര്യം? ആവശ്യം, അതുകൊണ്ട് അത്യാവശ്യമാണ്. സ്ഥലമില്ല. ഫുട്ബോൾ കളിക്കാൻ സ്ഥലമുള്ള ഹോള് പിന്നെയും പൊളിച്ചു പണിയേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് പൊളിച്ചു പണിയുന്നത്. ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ കളയാൻ പഠിക്കണം ആദ്യം. ആവശ്യമില്ലാത്ത വസ്ത്രം എന്ത് ചെയ്യണം? കളയണം. എങ്ങോട്ട് കളയണം? ഇല്ലാത്തവർക്ക് കൊടുക്കണം. ഈ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുമ്പോൾ വല്ല ഓർഫനേജിലോ, ഞങ്ങളൊക്കെ അങ്ങനെ പോയി ആഘോഷിക്കുക, ഇല്ലാത്തവർക്ക് കൊടുക്കുക. എവിടെ ചെന്നാലും ഞാൻ പഴയ തുണി കെട്ടിപ്പറിക്കി കിടക്കുക, കാറ് കൊണ്ടുപോകും. എന്തിനാ? ഇല്ലാത്തവർക്ക് കൊടുക്കാനാ. അറിയാവുന്നവരൊക്കെ എനിക്ക് ഒത്തിരി തുണിയൊക്കെ തരും, കാരണത്ത് മുഴുവൻ പഴയ തുണിയായിരിക്കും. നമ്മൾ കൊടുക്കുമോ? എത്ര സാരിയുണ്ട് അലമാരിയിൽ? ചോദ്യം ചോദിക്കുമ്പോൾ തന്നെത്താൻ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടിരിക്കരുത്. ഇപ്പം എൻ്റെ മുഖത്തോട്ട് നോക്കിയിരിക്കും. വീട്ടിൽ നമ്മളോട് ബഹുമാനമുള്ള ഒരേ ഒരു സാധനം സാരിയാണ്, അല്ലേ? അലമാര തുറക്കുമ്പോൾ 4 കാലേ വന്ന് വീഴും, എന്നെ എടുത്തുകൊണ്ട് പോകും. ഇത്രയും ബഹുമാനം കാരണം അട്ടിയായിട്ട് വെച്ചേക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ സാധനമൊക്കെ താഴെ വന്ന് വീഴും, എന്നെ ഉടുത്തുകൊണ്ട്. കോവിഡ് കാരണം ഉടുത്തിട്ടേ ഇല്ല. എന്തോന്നാണ് ഇത് വെച്ചോണ്ടിരിക്കണേ? കോട്ടയം ഫിലദൽഫിയ IPC സഭയിൽ പോയിട്ടുണ്ടോ സഭായോഗത്തിന്? ഒന്ന് നാളെ തന്നെ പോകരുത്. വസ്ത്രസ്തോത്ര കാഴ്ച ഉണ്ടാടോ? വസ്ത്രസ്തോത്ര കാഴ്ച ഞാൻ സഭായത്തെ സംബന്ധിച്ചിട്ടുണ്ട്. നേരെ വരും, സ്തോത്രക്കാഴ്ച ഇടും, അങ്ങോട്ട് ഇതൊരു ബക്കറ്റ് വെച്ചിട്ട് വസ്ത്രം ഇടും. അതാ നോർത്ത് ഇന്ത്യ കൊടുക്കുന്നത്. ഞാനൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ റീൽസ് പാസ്സാന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളിക്കാരൻ സ്തോത്രക്കാഴ്ച സമയത്ത് ഇങ്ങനെ നിൽക്കും. ആളുകൾ എന്താ ഇടുന്നതെന്ന് അറിയാം. ഞാൻ ചോദിച്ചു, ഇതെന്നാ നോക്കിയിരിക്കുന്നത്? പുള്ളി പറയുക, ഈ സ്തോത്രക്കാഴ്ച നോക്കി നിൽക്കണം, കാരണം യേശു നോക്കിയെന്നുകൊണ്ടല്ലേ ആ വിധവ ഇട്ടത് 2 വെള്ളിക്കാശാന്ന് മനസ്സിലായെന്ന്. ഒരു ഗുണമുണ്ട് കേട്ടോ. പുള്ളി നോക്കി നിൽക്കുന്നതന്നെ ആരും 10 ഇടുകയില്ല. വസ്ത്രസ്തോത്ര കാഴ്ചയുണ്ടെന്ന്. എന്ത് തുണിയൊക്കെ എന്ത് പൂത്ത് പിടിച്ചിട്ട് തുണിയൊക്കെ എന്ത് ആർക്ക് വെച്ചിരിക്കുന്ന നിങ്ങൾ? കൊടുക്കുക. ആവശ്യമില്ലാത്ത ഭക്ഷണം എന്ത് ചെയ്യണം? പറ, കൊടുക്കണമെന്ന്. ഇതെല്ലാം കൂടെ ഫ്രിഡ്ജിനെ തള്ളിക്കറ്റി വെച്ചിരിക്കുക. സന്ധ്യയായി ഉഷസ്സമായി 7-ാം ദിവസം വരെ ബൈബിളിലുള്ളൂ. ഫ്രിഡ്ജ് വന്ന ശേഷം 8-ാം ദിവസം, 2-ാം വാരം ചിലരുടെ ഫ്രിഡ്ജ് തുറക്കുന്നു, വെളിപ്പാട് 19 തുറക്കുന്നു ഒരുപോലെ. അഗാധ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. പണ്ടൊരു ഉപവാസപാത്രം 21-ാം ദിവസം ഒരപ്പച്ചൻ്റെ വീട്ടിലാണ് ഭക്ഷണം. നല്ല തുണ്ടം മീൻ. പാസ്റ്ററേ തിന്നു പാസ്റ്ററേ, ഞങ്ങൾക്ക് വേണ്ട. ഇതെവിടുന്ന് വെച്ചു? പിള്ളേർ വെച്ചിട്ട് പോയി. ആ പാസ്റ്റർ വരുമ്പോൾ കൊടുക്കണമെന്ന് പറഞ്ഞ പിള്ളേർ അവരൊക്കെ ദുബായിക്കാരനൊക്കെ പോയി. അപ്പം ഇതെന്ന് വെച്ചതാ? ഇത് ഉപവാസപാത്രം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം മേടിച്ചു വെച്ചതാണ്. 21 ദിവസത്തെ ഉപവാസപാത്രയുടെ തലേ ദിവസം പോയി മേടിച്ചു വെച്ചതാണ്. 21-ാം ദിവസം പാസ്റ്റർ കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളത് ആർക്ക് കൊടുക്കണം? അപ്പം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക. ബാക്കിയുള്ള വസ്ത്രം എന്ത് ചെയ്യണം? കൊടുക്കണം. ബാക്കിയുള്ള ഭക്ഷണം ഒന്ന് പറയുന്നേ, കളയണം. അങ്ങനെ കളയണം എന്ന് പറയാം കേട്ടോ. ശരി. ബാക്കിയുള്ള പണം അടിച്ചിരിക്കുന്നു. കളയണമെന്ന്. എങ്ങോട്ട് കളയണം? ഇങ്ങനെ കളയാനല്ല പറഞ്ഞത്. അവനവനെ കളയണ കാര്യമല്ലേ പറഞ്ഞത്? നമ്മുടെയൊക്കെ സകല പ്രശ്നവും തീർക്കാനുള്ള പണം നമ്മുടെ കയ്യിലുണ്ട്. കൊടുക്കുകയല്ല എന്ത് ചെയ്ത്? അത്രേ പ്രശ്നം. സ്തോത്രം. എന്തിനായി കൂട്ടി വെക്കുന്നു? ഒരാളൊരു വഞ്ചിയെ കിടന്നുറങ്ങുന്നു, ഒരാൾ ഇന്നോവ നിർത്തി. ഡാ, മീൻ കിട്ടിയോ? കിട്ടി. നീ എന്താണ് കിടന്നുറങ്ങണത്? ചേട്ടാ, ആദ്യത്തെ മീൻ പിടുത്തിന് തന്നെ ആവശ്യമുള്ള മീൻ കിട്ടി. ഇടാ പോട്ടാ മരമണ്ട, ഒന്നുകൂടെ വല വീശിക്കൂടെ നിനക്ക്? എന്നിട്ട് എന്ത് ചെയ്യാനാണ്? കൂടുതൽ മീൻ കിട്ടൂലേ? കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? കാശ് കൂടുതൽ കിട്ടൂലേ? കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? നിനക്ക് സ്ഥലമില്ലല്ലോ, 10 സെൻറ്റ് സ്ഥലം മേടിച്ചുകൂടെ? മേടിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? ഒരു വീട് വെച്ചുകൂടെ? വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. എടാ, ഇങ്ങനെ കണ്ടമാനൊക്കെ അധ്വാനിച്ചിങ്ങനെ കുറച്ച് കാശ് കിട്ടിയാൽ വീടൊക്കെ വെച്ച് എന്നെപ്പോലെ ഒരു പണിയും ചെയ്യാതെ കിടന്നുറങ്ങിക്കൂടെ നിനക്ക്? അപ്പം അതല്ലേ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇയാൾ കണ്ടമാനം കഷ്ടപ്പെട്ട ഞാനിവിടെ സ്വത്രം ടെൻഷൻ വിട്, തലയ്ക്കകത്ത് അതങ്ങോട്ട് വിട്. അത്യാവശ്യമാണെങ്കിൽ തമ്പുരാൻ തരും മക്കളെ. ആവശ്യമേ ഉള്ളെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറയും. ആർഭാടമാണെങ്കിൽ തരത്തില്ല, ആവശ്യമില്ലാതെ ചോദിക്കുകയും ചെയ്യരുത്. രണ്ടാമത്തെ പോയിന്റ് അവസാനിപ്പിച്ചു, ഒരു സ്വത്രം പറ. മൂന്നാമത്തേത് ആഹാരത്തിന് വേണ്ടിയേ പ്രാർത്ഥിക്കാവൂ. സ്പീഡിൽ പോകണം. 2 തരത്തിലെ ആഹാരം. 1 ഭൗതിക ആഹാരം, 2 ഏതിനോടാ വിശപ്പ് പറ. കോളേജിൽ അധ്യാപകൻ ചോദിച്ചു, മക്കളെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളുണ്ടോ കേരളത്തിൽ? പിള്ളേർ പറഞ്ഞു ഇല്ല സാറേ. സാറ് പറഞ്ഞു ഉണ്ട്. എവിടാ? കല്യാണം കഴിഞ്ഞ് ഭക്ഷണശാലയിലേക്ക് നിങ്ങൾ നോക്കിയാൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇടിച്ചു നിൽക്കുന്ന ദരിദ്രവാസികളെ കാണാൻ പറ്റും. സത്യവും സത്യം. ഇവിടെ കല്യാണം നടന്നുകൊണ്ടിരിക്കുമ്പം അവിടെ നിറഞ്ഞു. ഷട്ടർ പൊക്കാൻ നേരത്ത് പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് ചില നിൽക്കുക. റൈബാൻഡിൻ്റെ കണ്ണട, ഓവർ കോട്ട്, ലാക്കോസിൻ്റെ ബെൽറ്റ്, ഡെക് മാർക്കിൻ്റെ ഷൂവ്, ക്രോസിൻ്റെ പേന ഒക്കെ വെച്ചിങ്ങനെ നിൽക്കുക ഇടിച്ചു കയറാൻ ഒരു നേരത്തെ ശാപ്പാടിന് വേണ്ടി. ഞാനിന്നാൾ ചെന്നപ്പം ഒരു പുള്ളി ശാപ്പാട് കഴിഞ്ഞിട്ട് വരിക, എന്നോട് ചോദിക്കുക എവിടാ കൈ കഴുകുന്നതെന്ന്. പുള്ളി ശാപ്പാട് കഴിഞ്ഞിട്ട് വരിക, എന്നോട് ചോദിക്കുക എവിടാ. അതിനർത്ഥം പുള്ളി കൈ കഴിച്ചാന്നോ കയറിയേ. കൈ കഴുകിച്ചാ കയറിയെങ്കിൽ ആ സ്ഥലം പുള്ളിക്ക് അറിയത്തില്ലയോ? നിങ്ങളോട് ചോദിച്ചിട്ടില്ലേ പല ആളുകളും എവിടാ കൈ കഴുകുന്നതെന്ന്? ഉണ്ട്. നിങ്ങൾ മിണ്ടാത്തന്നെ നിങ്ങളും ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് മിണ്ടാത്തത്. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടറിയാമല്ലോ. സ്വത്രം. ഏതിനാണ് വിശപ്പ്? 6:30 യോഗം തുടങ്ങും. സദ്യയിൽ ഇടിച്ച് കയറാൻ നിൽക്കും. ഈ സദ്യക്കോ ആങ്ങി നൂങ്ങിയും വരുന്ന വരവ് കണ്ടാൽ കേട്ടോ. 6:30 യോഗം തുടങ്ങിയതാ. 7 മണി, 7:15, 7. മറ്റേ സദ്യക്കോ എന്നതാ? ഏതിനാണ് ഈ വിശപ്പ്? പറ പറ. 100 ചാക്കൻ്റെ അരിയുടെ ഭക്ഷണം കഴിക്കുമെന്നാണ് പറഞ്ഞ്. അച്ഛാ കഴിച്ചതെല്ലാം മറപ്പുരേ പോയി. ഇവിടെ ഉണ്ടോ? ഇല്ല. മറപ്പുരേ പോയത് JCB കൊണ്ട് തോണ്ടിയാൽ കിട്ടുമോ? അത് മണ്ണിലേക്ക് പോയി. മണ്ണിൽ നിന്ന് എടുത്ത താങ്കൾ മണ്ണിലേക്ക് പോകുന്നവരെ തരുന്ന ശാപ്പാടാണ് അതൊക്കെ. പക്ഷെ ഇപ്പം തന്നുകൊണ്ടിരിക്കുന്ന ശാപ്പാട് വിണ്ണിലേക്ക് പോകാനുള്ളതാണ്. മരിച്ചാൽ മണ്ണിൽ ഇത് ഒടുങ്ങത്തില്ലെന്ന്. ഏതിനോടാ താല്പര്യം? ഏതിനോടാ ആഗ്രഹം? അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കുമൊക്കെ ആത്മീക ആഹാരത്തോടുള്ള ആ ഒരു ആർത്തി മരിക്കുന്നത് വരെ നഷ്ടപ്പെടാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ചില ആളുകൾ നമ്മോട് ചോദിക്കും, നിങ്ങൾക്കൊന്ന് ബോറടിക്കുന്നില്ലേ നമ്മളോട്? 24 മണിക്കൂറും പാട്ടും പ്രാർത്ഥന. ബോറടിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ആത്മീകം ബോറടിക്കുന്നവർ? ജനിച്ചപ്പോൾ മുതൽ ചോറ് തിന്നാൻ തുടങ്ങി, ബോറടിച്ചിട്ടുണ്ടോ? ഓക്സിജൻ വലിക്കുക, ബോറടിച്ചിട്ടുണ്ടോ? കുളി ബോറായിട്ട് തോന്നുന്നുണ്ടോ? പല്ല് തേക്കൽ ബോറായിട്ട് തോന്നുന്നുണ്ടോ? അതൊന്നും ബോറല്ല. പിന്നെ ഇതെങ്ങനെയാണ് ബോറാവുന്നത്? ഇതൊരു ബോറിംഗ് അല്ല മക്കളെ. അതുകൊണ്ട് ഞാൻ ആ ഭാഗം പെട്ടെന്ന് അവസാനിപ്പിക്കുക, സമയമില്ലാത്തതുകൊണ്ടാണ്. ആത്മീകാഹാരത്തിന് പ്രാധാന്യം കൊടുക്കണം. ഒരു വിശപ്പുള്ളവരായി മാറണം. എങ്കിലേ ആത്മീക ആരോഗ്യമുള്ള നിൽക്കാനായിട്ട് ഒക്കത്തുള്ളൂ. ദെൻ ഫൈനൽ ഇന്നത്തേക്കുള്ളതിനെ പ്രാർത്ഥിക്കാവും. അപ്പം നാളത്തേക്കുള്ളതോ? നാളെ പ്രാർത്ഥിക്കണം, നാളെ തരും. അടുത്ത മാസത്തേക്കുള്ളതോ? അടുത്ത മാസം തരും. തരുമെന്ന് സർക്കാർ ഒരാഴ്ചത്തേക്കുള്ള അരി തരത്തില്ലയോ? തരും. ദൈവം അങ്ങനെ തരിക? ദൈവം അന്നല്ലേ തരുള്ളൂ. ദൈവത്തിൻ്റെ കയ്യിൽ തരാനില്ലാത്തതുകൊണ്ടാണോ? അതൊന്നുമല്ല. അതിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. ഞങ്ങൾക്കൊരു ഓർഫനേജ് ഉണ്ട്. ചില അമ്മച്ചിമാർ വന്നേച്ചും ബിസ്ക്കറ്റും പഴവും എല്ലാം കൂടെ വന്നേച്ചും
ഞാൻ പറയും സമയം കഴിഞ്ഞു, പോ, വീട്ടിൽ ചെല്ലണ്ടേ. കുറേ ഉമ്മ പോയച്ചും ഗേറ്റിൻ്റെ അവിടെ വരെ പോയിച്ചും കൊച്ചിനെ വിളിച്ചും പിന്നെ ഒരു 5 ഉമ്മ. ഈ ഓർഫനേജിലെ കൊച്ചിന് അങ്ങനെയൊക്കെയാണ് ഉമ്മ കൊടുക്കുന്നത്. വീട്ടിൽ കിടക്കുന്ന കൊച്ചിനോ? എനിക്ക് 2 പെൺപിള്ളേരാ. ചെറുപ്പം മുതലേ ഉമ്മ തന്ന് ശീലിച്ച കാരണം കെട്ടിച്ച് വിട്ട ശേഷം ഉമ്മ തരും. 10 മണിക്കും 10:30ക്കും ഓരോരുത്തർ വിളിക്കുമായിരുന്നു, പപ്പാ കിടന്നുറങ്ങാൻ പോവുകയാണ്, വിശേഷം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, ഉമ്മ. അടുത്ത ആൾ 10:30ക്ക്, വിശേഷമൊന്നുമില്ല, ഉമ്മ. ഞാൻ പറഞ്ഞു, എടി BSNL കണക്കനുസരിച്ച് ഉമ്മ കൊടുത്താൽ 8ാമത്തെ ആക്കാണ് ഉമ്മ കിട്ടുന്നത്. ആ പിള്ളേരൊക്കെ നോക്കിക്കൊള്ളും കേട്ടോ. ഈ ഫോണിൽ കൂടെയൊക്കെ ഉമ്മ വെച്ചാൽ 8ാമത്തെ ആക്കാ ഉമ്മ കിട്ടുക. എൻജിനീയർ ഇവരൊക്കെ 8ാമത്തെ ആക്കാ കേട്ടിട്ടുണ്ട്. ഞാനൊരിക്കൽ മൂത്തവള് പറഞ്ഞു, നിനക്കിപ്പോൾ കെട്ടിയവരും 2 പിള്ളേരൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ പപ്പയ്ക്ക് തന്നില്ലേലും കുഴപ്പമൊന്നുമില്ല. അപ്പം അവൾ പറയാ, കൈസർക്കുള്ളത് കൈസർക്ക്, ദൈവത്തിലുള്ളത് എന്തോ പിള്ളേരാ. സ്തോത്രം. ഞാൻ ദൈവത്തോട് എൻ്റെ പ്രാർത്ഥന മുറി ചോദിച്ചു, കർത്താവേ, എനിക്ക് മരിക്കുന്ന വരെയുള്ളത് ഒരുമിച്ചങ്ങ് തന്നുകൂടെ? ദൈവം പറഞ്ഞു, താങ്ങുകയില്ല മോനെ, താങ്ങുകയില്ല. അതാ തരാത്തത്. അറിയാം. നിങ്ങൾക്ക് വേണോ? നിങ്ങളുടെ വീട്ടിലൊരു കൊച്ചി ജനിച്ചു, ഒരു പെട്ടി ഓട്ടോറിക്ഷ വരുന്നു, ജോൺസൺ ആൻഡ് ജോൺസൺ ബേബി പൗഡർ, പിന്നെ ക്രീം, സന്തോഷം, മേടിച്ചു പോയി. തൊട്ടുപുറകെ അടുത്ത പെട്ടി ഓട്ടോറിക്ഷ, പിന്നെ സ്കൂബിയുടെ ബാഗ്, നോട്ട്ബുക്കുകൾ, അത് മേടിച്ചു പോയി. അങ്ങനെ വണ്ടിയുടെ വലിപ്പം കൂടുന്നു. ഓലകിട്ട കെട്ടിടം, 2 നില കെട്ടിടം, അവസാനം കണ്ടെയ്നർ വരുന്നു ഏറ്റവും പിറകിൽ, 2 നില വീടൊക്കെ ആയിട്ട് വരിക. ഇതൊക്കെ നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാകുമല്ലോ. എല്ലാം മേടിച്ചു പോയി. കണ്ടെയ്നറിൻ്റെ പിറകെ ഒരു ഉന്തുവണ്ടി വരുന്നു. അതേത് വണ്ടിയാ? അതിനകത്തൊരു ശവപ്പെട്ടി. മേടിച്ചു വെക്കാൻ തൻ്റെ ഉള്ളൊരു സ്വത്രം പറ. ആ ശവപ്പെട്ടിയും കൂടെ ജീവിച്ചിരിക്കുമ്പോൾ മേടിച്ചു വെക്കാൻ തൻ്റെ ഉള്ളൊരു സ്വത്രം പറ. ആരും ഇല്ലല്ലോ. അപ്പം ശവപ്പെട്ടി അപ്പം മേടിച്ചു വെക്കും, ചാവട്ടെ. അതാണ് ഇതിൻ്റെ ആൻസർ. നാളത്തെ കാര്യം നാളെ നടത്തും മക്കളെ. പാഷന്മാരൊക്കെ ജീവിക്കുന്ന കണ്ടിട്ടുണ്ടോ? എല്ലാ ശമ്പളം ഉണ്ടായിട്ടാ. ഞാൻ TPM എന്നാണ് കല്യാണം കഴിച്ചത്. അപ്പം എൻ്റെ അളിയന്മാർ ചോദിക്കുക, എപ്പോൾ നോക്കിയാലും വെള്ള. അന്നൊക്കെ ഈ ഉജാല മുഖ്യ നടക്കുന്നത്, ഉജാല. എപ്പോൾ നോക്കിയാലും വെള്ളയാണല്ലോ. ഇളയ അളിയൻ പറയാ, അതിന് മാത്രം കിട്ടുന്നുണ്ടോന്ന്. ഞാൻ പറഞ്ഞു, അതിന് മാത്രം ഉള്ളതേ ഉള്ളൂ. ഏതിന് മാത്രം? ഈ ഉജാല മേടിക്കാനുള്ള മാത്രമേ. ഉപദേശിമാരുടെ ശമ്പളത്തിന് പറഞ്ഞ പേരെന്നാന്നറിയാമോ? ശമ്പളത്തിന് സപ്പോർട്ട്. മറ്റെല്ലാവർക്കും ശമ്പളം, നിങ്ങൾക്കൊക്കെ ശമ്പളമാണ്. ഞങ്ങളുടെ ഉപദേശിമാർക്കെന്തോ പറയുന്നത്? സപ്പോർട്ട്. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്തോ? കൊലച്ചു വരുന്ന വാഴയ്ക്ക് കൊടുക്കുന്ന ഊന്നിൻ്റെ പേരാണെന്തോന്ന്? സപ്പോർട്ട് അല്ലേ ബോസ്? അല്ല, നമുക്ക് 25,000 ശമ്പളം ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അടിസ്ഥാന ശമ്പളം 16,500, അതൊന്നും കിട്ടുന്നില്ലല്ലോ. ഇല്ല, നമുക്ക് സപ്പോർട്ടാണ്. സെൻട്രൽ പാസ്റ്റർമാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിയുള്ളവരല്ലേ. അവർ രാജപാസ്റ്റൊക്കെ ഭയങ്കര ബുദ്ധിയുള്ളൂ. നമുക്ക് സപ്പോർട്ട് വരുന്നുണ്ട്. അറിയാമോ? വാഴക്കൊല മൂത്താൽ പിന്നെ സപ്പോർട്ടില്ല. ഈ ഊന്ന് കൊടുത്ത് വേറെ വാഴയ്ക്ക് കൊടുക്കും. അതിനാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. പക്ഷേ രാജുപാസെ വിറ്റ കാശ് നമ്മുടെ കയ്യിലുണ്ട്. കാരണം നമ്മുടെ വാഴക്കൊല ഒരു കാലത്ത് മൂക്കുകയില്ല. എന്നിട്ടും നടക്കുന്ന നടപ്പ് കണ്ടോ നിങ്ങൾ? അന്തസ്സോടെ നിൽക്കുന്ന നിപ്പ് കണ്ടോ നിങ്ങൾ? എന്താ കാര്യം എന്നറിയാമോ? കരുതുന്ന ദൈവത്തിലുള്ള വിശ്വാസമാണ്. പെൺമക്കളുള്ളവരെ, എനിക്ക് 2 പെൺപിള്ളേരെ ഞാൻ പ്രാർത്ഥിച്ച് കിട്ടിയതാണ്. എനിക്ക് 2 പെൺപിള്ളേരെ വന്ന് ഞാൻ വെച്ചു. എന്നോട് ചെല്ലും ആൾക്കാർ, അതെൻ്റെ അപ്പനോടുള്ള വാശിക്ക് പറഞ്ഞ കേട്ടോ. ഞാൻ ശ്രീധരൻ മേടിച്ചില്ല. അപ്പോൾ പറഞ്ഞു, നീ ശ്രീധരൻ മേടിച്ച വലിയ ആണാവും. ഞാൻ പറഞ്ഞു, ശ്രീധരൻ വേണ്ട, മേടിച്ചില്ല. കല്യാണം കഴിഞ്ഞ ആൾക്കാരൊക്കെ ബസ്സിനകത്താണ് കയറിപ്പോയത്. എൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിനക്കൊരു ആങ്കൊച്ചുണ്ടായി, നീ അതിനെ കൊണ്ട് മേടിക്കും. എനിക്ക് 2 പെൺപിള്ളേർ മതിയെങ്കിലോ? നീയാണോ തീരുമാനിക്കും? ഞാൻ പറഞ്ഞു, അതെ. ഞാൻ ഉറക്കെ പ്രാർത്ഥിച്ചു, കർത്താവേ 2 പെൺപിള്ളേർ തരണമേ. 2 പെൺപിള്ളേർ. ഒന്നാമത്തേത് പെണ്ണാ,
രണ്ടാമത്തേത് ഞാൻ പറഞ്ഞു, കർത്താവെ പ്രൈസിയെ തന്നതിനായി ദൈവത്തിന് സ്തോത്രം. ഞാൻ എഴുന്നേറ്റ് പോയി കഞ്ഞു കുടിക്കുമ്പോൾ എൻ്റെ ഭാര്യ പറയാം, കർത്താവെ അങ്ങേരെ ഇങ്ങനെ തലയ്ക്ക് പോകുന്നതല്ലാതെ പലതും പറയും, ഇതൊരാങ്കോച്ചായിരിക്കണമേ, രണ്ടാമത്തെ ആങ്കൊച്ചായിരിക്കണേ. അവിടെ ടി പി ഭയങ്കര പ്രാർത്ഥനക്കാരിയാണ്. ഞാൻ നോക്കിയപ്പോൾ ഞാൻ പെങ്കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവൾ ആങ്കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ നിർത്തി, കാരണം ആണും പെണ്ണും കെട്ട ഒരുത്തം ജനിച്ചു പോയെങ്കിലോ നിർത്തി. ഞാനൊക്കെ നിർത്തി. പക്ഷേ യഹോവയുടെ ന്യായ പ്രമാണത്തിൽ തന്നെ രസിച്ചു. അവൻ ഹൃദയത്തിൽ ആഗ്രഹത്തെ നിനക്ക് രണ്ടാമത്തെ പെണ്ണ്. അയ്യോ, എന്നോട് ആൾ ചോദിക്കും എത്ര മക്കളാ? 2 പേര്. അപ്പം അവരുടെ വ്യാഖ്യാനം ഒരാണും അല്ല 2 പെണ്ണ്. ഞാൻ ഇയാൾ തന്നെയാണ് ഉരുകുന്നത്, എനിക്കല്ലേ ഉണ്ടായത്, ഇയാൾക്കാണ് കേട്ട നിങ്ങൾക്കാണോ ഉണ്ടായത്, എനിക്കല്ലേ ഉണ്ടായത്. സ്തോത്രം. പെൺകുട്ടികളുള്ളവർ ഭാഗ്യവാന്മാർ എന്നേ ഞാൻ പറയത്തുള്ളൂ. പൊൻപിള്ളേരെന്ന് ഞാൻ പറഞ്ഞത്, പൊൻപിള്ളേർ അറിയാമോ? സ്തോത്രം. നിങ്ങൾ ഭാരപ്പെടാതെന്ന്, കർത്താവ് നടത്തുമെന്ന്, ദൈവശക്തനാണെന്ന്. ദൈവം എപ്പോഴാണ് ഇറങ്ങി വന്നെന്നറിയാമോ? ദൈവം എപ്പോഴാണ് ഇറങ്ങി വന്നെന്നറിയാമോ? പറയാം. ഒരു തറപണി നടക്കുക. കല്ലാശാരിയോട് ഒരാൾ പറയുക, അവിടെ ഒരു കോൽ നീളത്തിൽ എക്സ്ട്രാ കെട്ടണം. അപ്പം അയാൾ പറഞ്ഞു, അതെന്തിനാ? എനിക്കറിയാമല്ല. എൻജിനീയർ പറഞ്ഞു നീളത്തിൽ കെട്ടിയേക്കാൻ. അതെന്തിനാ? എനിക്കറിയാമല്ല, നീ കെട്ടാ. നാളെ അതിൻ്റെ പുറത്തെ കല്ല് വെച്ച് കെട്ടണ്ടേ? എടാ നീ കെട്ടടാ. ആര് പറഞ്ഞു? വല്ല മനസ്സിലായോ? നാളെ നിനക്ക് മനസ്സിലാകാത്തതുപോലെ ഒരു കോൽ നീളത്തിനും കൂടെ തറ കെട്ടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തെ കല്ലെടുത്ത് വെക്കും മുൻപ് എൻജിനീയർ സൈറ്റിൽ വരും. ആശയം മനസ്സിലായോ? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മനസ്സിലാകാത്ത പലതും സംഭവിക്കുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയണം, നാളെ നേരം വെളുക്കും മുൻപ് എൻജിനീയർ നമ്മുടെ സൈറ്റിൽ വരും. ദൈവം നമ്മുടെ പ്രാർത്ഥനാ പായയിൽ വരും. ഞാൻ ചോദിച്ചു, കർത്താവേ ചാകുന്നവർ എനിക്കുള്ള തന്നുകൂടെ? ദൈവം പറഞ്ഞു, തരില്ല മോനെ. കാരണം തന്നിട്ട് വല്ലതും തന്നിട്ട് തന്നെ പള്ളി നിന്നെ കാണുന്നില്ല. മനസ്സിലായോ? എനിക്ക് നിനക്ക് തരാനില്ലാത്തതുകൊണ്ടല്ല തരാത്തത്. നീ എല്ലാ ദിവസവും ഒരു പ്രാർത്ഥനാ പായിൽ ഇരിക്കുന്നതും, നീ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നതും, നീ എല്ലാ ദിവസവും ഒരപ്പനെ പോലെ എന്നോട് അപ്പാ ഇന്ന കാര്യങ്ങൾ വേണമെന്ന് പറയുന്നതും കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് കുഞ്ഞേ. അല്ലാതെ നിനക്ക് തരാനില്ലാത്തത് കൊണ്ടല്ല തരാത്തത്. ഞാനുമായി നിനക്കുള്ള ബന്ധം 6 മാസം കൂടുമ്പോൾ ഓർഫനേജിൽ അമ്മ കാണാൻ വരുന്ന ഒരു ബന്ധമല്ല. എനിക്ക് നീയുമായി എല്ലാ ദിവസവും ബന്ധപ്പെടണം. ഈ ബന്ധത്തിന് വേണ്ടിയാണ് ദൈവം ചിലതൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് ഓർത്താൽ നമുക്ക് എഴുന്നേൽക്കാം. ദൈവത്തിൻ്റെ ഒന്ന് എഴുന്നേറ്റ്. സംശയം വേണ്ടി നീയും മനമേ കരുതിയിടും അവൻ നിനക്കായി ദിനവും. സംശയം വേണ്ടി നീയും മനമേ കരുതിയിടും അവൻ നിനക്കായി ദിനവും. വാക്കു പറഞ്ഞവൻ മാറുകില്ല, വാഗ്ദത്തം ചെയ്തവൻ മാറുകില്ല. വാക്കു പറഞ്ഞവൻ മാറുകില്ല, വാഗ്ദത്തം ചെയ്തവൻ മാറും. ഇന്ന് രാത്രി ഞാൻ ചിന്തിച്ചു, ഒരു പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കായി കരുതാമെന്ന് രക്ഷപ്പെടാൻ. അതിരൂപൻ പാർശ്വപ്പഴ കാണുന്ന വന്ദനം പറയുന്നു. നമ്മുടെ കണ്ണുകളെ അടച്ചു. എന്താ പ്രാർത്ഥിക്കേണ്ടത്? ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ. ഒന്ന് ശ്രദ്ധിച്ച്, ഞങ്ങൾക്കുള്ളതേ പ്രാർത്ഥിക്കാം, ആവശ്യമുള്ളതേ പ്രാർത്ഥിക്കാം. ആഹാരത്തിന് വേണ്ടി ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ 4-ാമത്തെ ഇന്നത്തേക്കുള്ളതേ അവിടെ ഇനി തുടരണം. ഇന്നത്തേക്കുള്ള ആവശ്യങ്ങൾ എത്രയാണ്? 25 എണ്ണമാണ്. എത്ര എണ്ണം?
ഇന്നത്തേക്കുള്ള അത് പ്രാർത്ഥിപ്പീൻ എന്ന് ബൈബിൾ പറയുന്ന 25 കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ഞാൻ അവിടെ പോയി പ്രസംഗിച്ചത് പറയാനല്ല, 16 വിഷയങ്ങൾ ഞാൻ ബാംഗ്ലൂർ ബേഥേൽ ഏജി ചർച്ചിൽ 4 ദിവസം കൊണ്ട് വിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ട 16 കവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ആഗോള ഉണർവിനായി പ്രാർത്ഥിപ്പീൻ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, അവൻ്റെ വിളിയാലുള്ള ആശ ഇന്ന് തിരിച്ചറിയേണ്ടതിന് പ്രാർത്ഥിപ്പീൻ, അങ്ങനല്ലേ? വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, സംഭവിപ്പാനുള്ളതിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ടതിന് പ്രാർത്ഥിപ്പീൻ, മക്കൾക്ക് വേണ്ടി. ഇങ്ങനെ 25 വിഷയങ്ങൾ ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. അത് പ്രാർത്ഥിക്കാൻ നേരമില്ല. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. എന്ത് കേട്ടത് ഞങ്ങൾക്ക് വേണ്ടിയേ പ്രാർത്ഥിക്കാം. വിട് നമ്മുടെ വിഷയങ്ങൾ. കുറെ സങ്കടമുണ്ട്, അടിയന്തരമായി നടക്കേണ്ട കാര്യമുണ്ട്. വിട് മനുഷ്യ, അച്ഛാ അത് വിട്. നമ്മുടെ ഇത്രയും വിഷയങ്ങളുള്ളപ്പോഴും വേറെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ, അതിനെ കാണാതെ പോകുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ചൊറിയും ചിരങ്ങും ഒക്കെയായി ശരീരം പൊട്ടി ഉരുകുമ്പോഴും ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ സ്നേഹിതന്മാർക്കല്ല വ്യത്യാസം വരുന്നത്, അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയെന്ന്. ഒന്ന് ആത്മീയരാകാൻ കണ്ണ് തുറന്നേ ദൈവമക്കളെ. എൻ്റെ വിഷയം അവിടെ വെച്ചിട്ട് എൻ്റെ സഹോദരന്റെ വിഷയങ്ങൾക്ക് വേണ്ടി, ഇല്ലായ്മക്കാന്റെ വിഷയങ്ങളിൽ പ്രാർത്ഥിക്കുമെന്ന ഒരു ധീരമായ തീരുമാനം ഇന്ന് രാത്രി എടുക്കാമെങ്കിൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയേ പ്രാർത്ഥിക്കും. ആവശ്യമില്ലാത്തൊക്കെ വിട്ടുകള മക്കളെ. ഉന്മാനം ഉടുപ്പാനം ഉണ്ടെങ്കിൽ എന്തിനാ ഇതൊക്കെ അധികം? കയ്യിൽ വരുന്ന അധികം സമയം, കയ്യിൽ വരുന്ന അധിക പണം നിനക്കുള്ളതല്ല. നിന്റെ കയ്യിൽ മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ ദൈവം തരുന്നതാണ്. അത് കൊടുക്കാൻ പഠിക്കണം. ഇന്നത്തേക്കുള്ളതേ പ്രാർത്ഥിക്കൂ. മനസ്സുറയ്ക്കട്ടെ, നാളത്തെ ദൈവം തരും. ആദാമേ, നീ ജനിക്കുമ്പോൾ തന്നെ നിനക്ക് വേണ്ടി ഹവ്വായെ കരുതാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, പെസഹയ്ക്ക് 4 ദിവസം മുൻപ് പെസഹ കുഞ്ഞാടിനെ കരുതാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, ഇസഹാക്ക് മോറിയാമലയിൽ അറക്കപ്പെടുന്നതിന് 1 കൊല്ലം മുൻപ് കോലാട്ടുകൊറ്റനെ കരുതാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, ഏലിയാവെ നീ കരുത്തിൽ വരുന്നതിന് മുൻപ് 100 നൂറ്റാണ്ടുകൾ മുൻപ് ഒരു കാക്കയെ കരുതാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, 4000 കൊല്ലം മുൻപ് യേശുവിനെ കരുതാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുൻപ് നമുക്ക് വേണ്ടി കരുതാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, അവിശ്വസിക്കല്ലേ, ഇന്ന് രാത്രി ദൈവം കരുതും.